നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷമുണ്ടായ വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങൾ. ഇതൊക്കെ ഇപ്പോൾ ഇതിന്റെ പ്രത്യേകത ഇന്നലെ മുതൽ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ 17 കേസുകളാണ് ഇതിനകം പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഇന്നലെ രാത്രിയിലാണ് സിദ്ദിഖിനെതിരെ ഈ നടി പരാതി കൊടുക്കുന്നത്. ആരോപണം ഉന്നയിച്ച് നടി പരാതി കൊടുക്കുന്നു. തുടർന്ന് ഇന്നിപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ രഞ്ജിത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രഞ്ജിത്തിന്റെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു. രഞ്ജിത്തിനെതിരെ പരാതി കൊടുത്ത ബംഗാളി നടിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തി എന്ന വിവരം പുറത്തു വരുന്നത്. ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്താ കൃഷ്ണന് തോന്നുന്നത്? ഇത് വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് പോവുക അല്ലേ? വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. പിന്നെ അഡൾട്ട്സ് ആണല്ലോ, അപ്പം അന്നേരം പ്രതികരിക്കാനുള്ള ഒരു ഇത് എന്തുകൊണ്ട് കാണിച്ചില്ല എന്നൊരു തോന്നലുണ്ട്. അതെ, അങ്ങനെ ഒരു ചോദ്യവും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഉള്ള ഷോക്കും അല്ലെങ്കിൽ ഒരു ട്രോമയൊക്കെ ഭയങ്കര വലുതാണ്. പക്ഷെ ഒരു പ്രശ്നം വരുന്നവരെ കാത്തിരിക്കാതെ അന്നേരം റിയാക്ട് ചെയ്യണമായിരുന്നു എന്നൊരു കാര്യം കൂടി പറയാനുണ്ട്. തീർച്ചയായും അതാണ് ഈ ചിലപ്പോൾ 10-12 വർഷം മുൻപുള്ള പല പരാതികളാണ്. അതിൽ പോലീസിന് എന്ത് തെളിവ് ലഭിക്കും എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് കേസുകൾ ഇതിനു മുൻപ് കണ്ടതാണ്, ഈ പീഡന കേസുകൾ, ബലാത്സംഗ കേസുകളൊക്കെ. പക്ഷെ അതിന്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം. ഈ പറഞ്ഞ ആരോപണ വിധേയരൊക്കെ ഒരു കുഴപ്പവും പറ്റാതെ ധൈര്യത്തിലാണ് എല്ലാം പറയുന്നത്. എനിക്ക് കേസ് കൊടുക്കാതെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. ഇന്നലെ ഇടവേള ബാബുവും തനിക്ക് എതിരെ ആരോപണം ഉന്നയിച്ച നടിമാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കോഴിക്കോട്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ്. എന്തായാലും നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അല്ലേ? ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. പ്രത്യേക സംഘം തൽക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാരിൽ നിന്ന് ആവശ്യപ്പെടേണ്ട എന്നാണ് തീരുമാനം. റിപ്പോർട്ടിൽ ഹൈക്കോടതി തീരുമാനം വരട്ടെ എന്നും ശേഷം തുടർ നടപടിയെന്നും DGP പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. ഭരണസമിതി ഒന്നടങ്കം ഒഴിഞ്ഞില്ലെങ്കിലും പരസ്യ പ്രതികരണത്തിന് അമ്മ തയ്യാറായിട്ടില്ല. പരാതികൾ ആരോപണ വിധേയർ ഒറ്റയ്ക്ക് നേരിടണം എന്നാണ് നിലപാട്. പുതിയ ഭരണസമിതിയെക്കുറിച്ചും ചർച്ചകൾ അമ്മയിൽ സജീവമാണ്. കൊച്ചിയിൽ നടത്താനിരുന്ന ഓണാഘോഷം മാറ്റാനും, അത് അമ്മയുടെ ഓണാഘോഷം കൊച്ചിയിൽ പറഞ്ഞിരുന്നു, അത് മാറ്റിയേക്കും. കാരണം അമ്മ നേരിടുന്നൊരു വലിയ പ്രതിസന്ധിയുണ്ട്. അമ്മയ്ക്ക് ഭരണസമിതി അവർക്ക് എക്സിക്യൂട്ടീവ് യോഗം വിളിക്കാൻ പോലുമുള്ള പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ അവരെല്ലാവരും രാജിവെക്കുന്നു. അഡ്ഹോക് സമിതിയായി, അതായത് ഒരു താൽക്കാലിക സമിതിയായി നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. മോഹൻലാലൊക്കെ വളരെ വികാരഭരിതനായാണ് സഹനടന്മാരോട് പ്രതികരിച്ചത്, സഹപ്രവർത്തകരോട് പ്രതികരിച്ചത് എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മോഹൻലാലൊക്കെ വലിയ മെന്റലി അവരൊക്കെ വളരെ പ്രശ്നങ്ങളിലാണ്. എന്തായാലും ഈ അമ്മ പോലൊരു സംഘടന ഒന്നടങ്കം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളടക്കം ആരോപണ വിധേയരായി നിൽക്കുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും എന്നുള്ളതാണ്. നമുക്ക് ആദ്യം വിനോദിലേക്ക് പോകണം. വിനോദ്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം സിദ്ദിഖിനെതിരായ കേസാണ്. മ്യൂസിയം പോലീസ് ഗൗരവമുള്ള വകുപ്പുകളിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തലിനും മറ്റും. മൊഴിയെടുക്കുക, നടിയുടെ മൊഴിയെടുത്തു എന്ന് മനസ്സിലാക്കണം, ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇനി അല്ലേ? രഞ്ജിത്ത്, ആ നിലയ്ക്കാണ് ഇപ്പോൾ മ്യൂസിയം പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കും. കാരണം ഇത്തരം കേസുകൾ പരിഗണിക്കുന്നതും അതിന്റെ അന്വേഷണത്തിനുമായാണ് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ബലാത്സംഗ കുറ്റം, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കുറ്റങ്ങളായി ചുമത്തിയിട്ടുള്ളത്. 2016 ജനുവരിയിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന കാര്യമാണ് പരാതിക്കാരി ചൂണ്ടിക്കാട്ടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തരത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ഈ ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുന്നത്. സിദ്ദിഖിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കടുത്ത നിയമ നടപടിയാണ് നേരിടേണ്ടി വരിക. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് സിദ്ദിഖ് പോകുമോ? നേരത്തെ മുൻകൂർ ജാമ്യത്തിന് പോകുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് പോലും സംഭവിക്കാവുന്ന തരത്തിലുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസാണ്. പോലീസിന്റെ നടപടികൾ എങ്ങനെയെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സാഹചര്യമുണ്ട്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി തുടർന്നുള്ള നടപടികൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ നേരത്തെ തന്നെ യുവനടി പല ഘട്ടങ്ങളിലായി പരാതി ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായ പശ്ചാത്തലം തന്നെയാണ്
ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്താണ് രഞ്ജിത്ത് ഉണ്ടായിരുന്നത്. രഞ്ജിത്തിനെതിരെ ബംഗാളി ചലച്ചിത്ര നടിയുടെ പരാതിയിലും കേസെടുത്തിരുന്നു. അതും ബലാത്സംഗ കുറ്റം തന്നെയാണ്. സ്ത്രീത്വത്തെ അവമാനിക്കുന്നതടക്കമുള്ള വകുപ്പുകൾ ജാമ്യമില്ല വകുപ്പ് ഉൾപ്പെടുത്തിയാണ് രഞ്ജിത്തിനെതിരെയുള്ള പരാതിയിലും നേരത്തെ കേസെടുത്തത്. ഇത്തരം പരാതികളെല്ലാം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു യുവനടനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ജൂനിയർ ആർട്ടിസ്റ്റാണ് ഉന്നയിച്ചത്. ലൈംഗിക ആരോപണത്തിലും പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘത്തിലെ IPS ഉദ്യോഗസ്ഥയായ പൂങ്കുഴലി പരാതിക്കാരിയോട് നേരിട്ട് സംസാരിക്കുകയും മറ്റൊരു ഉദ്യോഗസ്ഥയായ ഐശ്വര്യ ഡോങ്റെ അവർ ഫോണിലൂടെ ഈ പരാതിക്കാരിയുമായി സംസാരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ മറ്റ് കേസുകളിലും ഇത്തരം ആരോപണങ്ങൾ ഉയരുകയും അതിൽ ലഭിച്ച പരാതികളിൽ FIR രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ കൂടുതൽ നടന്മാർക്കെതിരെ FIR വരുന്ന നിലയുണ്ടാകും. ബലാത്സംഗ കുറ്റങ്ങൾ കൂടുതൽ ആളുകൾക്കെതിരെ ചുമത്തുന്ന നിലയുണ്ടാകും. അമ്മയെ സംബന്ധിച്ച് അമ്മ എന്ന സംഘടനയെ AMMA എന്ന ഈ സംഘടനയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഒന്നോ രണ്ടോ ആളുകൾക്കെതിരെയല്ല, തുടർച്ചയായി നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വരികയും അത് FIR-കളാകുകയും ചെയ്യുന്ന വലിയ പ്രതിസന്ധിയിലൂടെ ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നടന്മാർ ഈ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്, അതും ബലാത്സംഗ കുറ്റം ചുമത്തി പ്രധാനപ്പെട്ട നടന്മാർ ബലാത്സംഗ കുറ്റം ചുമത്തി പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അമ്മയിലും ഭിന്നത അതിരൂക്ഷമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ. കാരണം ഈ നിയമ നടപടികൾ നേരിടട്ടെ എന്ന നിലയ്ക്ക് ഒരു സംഘം ആളുകൾ നിൽക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ചും വലിയ പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ കേസെടുക്കാതിരുന്നതിൽ, അല്ലെങ്കിൽ കോടതി നടപടി വരെ കാത്തു നിൽക്കുന്നതിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തിടുക്കത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അവർക്ക് ഇതിന്റെ ചുമതല നൽകിക്കൊണ്ടുള്ള നടപടിയിലേക്ക്. നമുക്കറിയാം വിനോദ്, വിവിധ സ്റ്റേഷനുകളിലായി ഏതാണ്ട് 17ഓളം കേസുകൾ ഇപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മറ്റുമായി 17ഓളം കേസുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ നടന്മാർക്കെതിരെ നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന്റെ ഒരു ഏകോപനം എങ്ങനെയാണ്? ഈ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായും കേസ് കൈമാറുകയാണോ, അതോ അതായത് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണോ നടക്കുന്നത്? അതിന്റെ ഒരു വിശദാംശങ്ങൾ ഇന്നലെ പ്രധാനപ്പെട്ട യോഗം ചേർന്ന് ഇതിന്റെ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ തീരുമാനിച്ചിരുന്നല്ലോ. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, DGP ആദ്യത്തെ യോഗം പോലീസ് ആസ്ഥാനത്തായിരുന്നു ആദ്യത്തെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നത്. ഈ യോഗവുമായി ബന്ധപ്പെട്ട് ചുമതലകൾ ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകി. അതിനർത്ഥം ഈ ഇത്തരം കേസുകളെല്ലാം തന്നെ പ്രത്യേക സംഘം കൈകാര്യം ചെയ്യും എന്ന നിലയ്ക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ക്രൈംബ്രാഞ്ച് ADGP ആണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം FIR-കൾ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നേരിട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും ഈ അന്വേഷണ സംഘം ഇത്തരം കേസുകൾ പരിഗണിക്കും. മാത്രവുമല്ല, ഇപ്പോൾ DGP നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ DGP വ്യക്തമാക്കിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇപ്പോഴത്തെ സംഘം കടക്കേണ്ടതില്ല. അതിന് പുറത്തു വരുന്ന പരാതികളാണ്. ഈ പരാതികൾ പരിശോധിച്ചാൽ മതി. സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടേണ്ട സാഹചര്യവുമില്ല. വളരെ വൈകാതെ തന്നെ ഈ പൊതു താൽപര്യ ഹർജി നേരത്തെ ഹൈക്കോടതിയിലെത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ കോടതി നിർദ്ദേശം വന്ന ശേഷം കോടതി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം. ഇപ്പോൾ റിപ്പോർട്ടിന് പുറത്ത് വരുന്ന പരാതികളുണ്ട്. അതെല്ലാം തന്നെ ലൈംഗിക അതിക്രമ കേസുകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാതികളാണ്. അത്തരം പരാതികൾ പരിശോധിക്കുകയും അതിൽ FIR എടുത്ത നടപടികളുമായി മുന്നോട്ട് പോകണം. ഈ കാര്യമാണ് DGP-യും ഈ സംഘത്തിന് നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഇതുവരെയുള്ള പോലീസ് നടപടികൾ അത് വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോവുകയാണ്. പരാതികൾ ലഭിക്കുകയും ആ പരാതികളിൽ FIR എടുക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിന്റെ ഒരു അന്വേഷണവും ഏകോപനവും എല്ലാം തന്നെ ഈ പ്രത്യേക സംഘത്തിനായിരിക്കും. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. അതായത് കൃഷ്ണന്തു, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ
കേസുകളുണ്ട്. ഒരുപക്ഷെ അത് എല്ലാ കേസുകളും അന്വേഷണ സംഘത്തിന് കൈമാറിയുള്ള അന്വേഷണമായിരിക്കാം ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അപ്പോഴും ഇതിൻ്റെ മുന്നോട്ടുള്ള ഗതി കൃത്യമായ തെളിവില്ലാതെ, നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ കൃത്യമായ തെളിവില്ലാതെ, കൃത്യമായി മൊഴികൾ ഇവരൊക്കെ വന്ന് രേഖപ്പെടുത്താതെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും, എന്താകും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി, അമ്മ ആകപ്പാടെ ഒരു പ്രതിസന്ധിയിലാണ്, അത് വളരെ കാര്യങ്ങളിൽ വ്യക്തമാണ്, നമുക്കറിയാം. ഇന്നലെ ഭരണസമിതി പൂർണ്ണമായും രാജിവെച്ചു. പക്ഷെ നവമിയോട് നമ്മൾ ഗുഡ് മോർണിംഗ് പറയാൻ മറന്നുപോയി. ഗുഡ് മോർണിംഗ് നവമി. ഓക്കെ, അപ്പോൾ അമ്മ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. നമ്മൾ ഇന്നലെ അപ്രതീക്ഷിതമായി അമ്മയുടെ ഭരണസമിതി ഒന്നാകെ രാജിവെക്കുന്നത് കണ്ടു. മോഹൻലാലൊക്കെ വളരെ വികാര നിർഭരനായി പ്രതികരിച്ച് നമ്മൾ കണ്ടു. അതോടുകൂടി ഈ പ്രതിസന്ധി അവസാനിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. 2 മാസം അഡ്ഹോ കമ്മിറ്റിയായി ഉണ്ടാകും അമ്മ. പക്ഷെ അപ്പോഴും അവരുടെ ഇപ്പോൾ അമ്മയുടെ ഒരു ഷോ അത് കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ആകപ്പാടെ ഒരു പ്രതിസന്ധിയുണ്ട് അമ്മയിൽ. അതെങ്ങനെ അതിജീവിക്കണമെന്ന കാര്യത്തിലും ഒരു അവ്യക്തതയുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് കൃഷ്ണേന്ദു. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാവിലെയൊക്കെ നമ്മൾ സംസാരിക്കുന്നിടയിൽ, ലൈവിനിടയിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമായിരുന്നു, അമ്മ സംഘടനയിൽ അസാധാരണമായ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന്. കാരണം ഈ അംഗങ്ങൾ തന്നെ പല രീതിയിൽ അഭിപ്രായവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു. ചില തുറന്നു പറച്ചിലുകൾ സിദ്ദിഖിനെയും രഞ്ജിത്തിനെയും അല്ലെങ്കിൽ ഇടവേള ബാബു, ജയസൂര്യയെ പോലെയുള്ളവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളുമായിട്ട് നടിമാർ രംഗത്തെത്തുന്നു. കൂടുതൽ പരാതികൾ എത്തുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. എങ്ങനെ നോക്കിയാലും അമ്മ സംഘടനയ്ക്ക് ന്യായീകരിക്കാൻ യാതൊരു വിധത്തില കാര്യങ്ങളുമില്ലാത്ത അസാധാരണമായ ഒരു പ്രതിസന്ധി. അതോടൊപ്പം തന്നെ മോഹൻലാലോ മമ്മൂട്ടിയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. മോഹൻലാൽ പ്രസിഡന്റ് കൂടിയാണ്. പ്രസിഡന്റ് ആയ സ്ഥിതിക്ക് എന്തുകൊണ്ട് ഇതിൽ നിന്ന് പ്രതികരിക്കുന്നില്ല? ഇത്ര നാളായി എന്തുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നു, മൗനം തുടരുന്നു എന്നുള്ള നിരവധി ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ സംഘടനയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ തുടർന്നാണ് ഇന്നലെ ഓൺലൈനായി പെട്ടെന്നൊരു യോഗം ചേരുകയും ആദ്യം പ്രസിഡന്റായ മോഹൻലാൽ തന്നെ തന്റെ രാജി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടത്. പിന്നീട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്നു. ബാക്കിയുള്ള അംഗങ്ങളും രാജിവെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം പിരിച്ചുവിട്ടുകൊണ്ടുള്ളൊരു വലിയ ഒരു രീതിയിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് അമ്മ സംഘടന കടക്കുന്നു. അതിൽ മോഹൻലാല് വളരെ വികാരാതീതനായിട്ടുള്ള ഒരു പരാമർശമൊക്കെ നടത്തി. താൻ ഇതിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടാക്കിയത് തനിക്ക് ഏറെ വിഷമിപ്പിച്ചു എന്ന് മോഹൻലാൽ പറഞ്ഞു. ജഗദീഷിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി. ജഗദീഷാണ് ആദ്യം മുന്നിൽ വന്ന് അമ്മയുടെ നിലപാട് ശരിയല്ല, കൃത്യമായൊരു നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഒപ്പം ജഗദീഷിന് പിന്തുണയുമായി യുവതാരങ്ങളും ചില നടിമാരും രംഗത്തെത്തി. ഇതിനെ തുടർന്നാണ് ഏതു വിധത്തിലും ഇവരെ എല്ലാം ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൂട്ടരാജിയും പിന്നീട് ഈ കൈനീട്ടം അല്ലെങ്കിൽ ചില സഹായങ്ങൾ അതെല്ലാം ഈ കമ്മിറ്റിയിലുള്ളവർ തന്നെ താൽക്കാലിക ചുമതലയായി അഡ്ഹോക് കമ്മിറ്റിയായി നിലനിൽക്കും. അല്ലാത്ത പക്ഷം ഇത് പിരിച്ചുവിട്ടിരിക്കുന്നു. 2 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ്, അതിനുശേഷം ജനറൽ സെക്രട്ടറി, ബാക്കി കമ്മിറ്റി അംഗങ്ങളെല്ലാം തിരഞ്ഞെടുക്കും എന്നൊരു പ്രഖ്യാപനം കൂടി വരുന്നു. പക്ഷേ ഇതിനുശേഷം ഉയർന്ന ഒരു ചോദ്യം, ഇങ്ങനെ ഒരു തീരുമാനം, അതായത് ഈ രാജി അല്ലെങ്കിൽ ഈ കമ്മിറ്റി ഉൾപ്പെടെ പിരിച്ചുവിടേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അതിനുശേഷം ഉയർന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കണ്ടതാണ് പല നടന്മാരും അവർക്കൊക്കെ അപ്രതീക്ഷിതമായ ഒരു തീരുമാനം. കാരണം മോഹൻലാൽ അടക്കം, കാരണം നാഥനില്ലാതെ അമ്മയെ ഉപേക്ഷിച്ചു എന്നൊരു ഫീലുണ്ട്. കാരണം മോഹൻലാലിനെ ഇപ്പോൾ ഒരാളാണ് മുന്നിൽ നയിക്കേണ്ടത് ഈ പ്രതിസന്ധിയിൽ. അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അദ്ദേഹം വളരെ വൈകാരികമായി അദ്ദേഹം പറയുന്നുണ്ട് അമ്മയിലെ മറ്റംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയെന്നും പലരും തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു രാജിയിൽ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ അമ്മയ്ക്കൊരു നാഥനില്ലാത്ത അവസ്ഥ വരുന്നു. എല്ലാ താരങ്ങളെയും പ്രതിസന്ധിയിലായിക്കൊണ്ട് ചില താരങ്ങൾ മാത്രം ആരോപണത്തിൽ പെടുമ്പോൾ അവരെ ഒരുപക്ഷെ തള്ളിപ്പറയാം. എന്നിട്ട് ഈ അമ്മയുടെ മറ്റ് 1,500 അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. അവരുടെ മറ്റംഗങ്ങൾക്ക് ഒരു ആത്മധൈര്യം നൽകി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളൊക്കെയാണ് വളരെ പെട്ടെന്ന് ഇതിനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതും ഒരുപാട് നാളുകൾക്ക് ശേഷം വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി കൂടിയാണ് എന്നുകൂടി ആലോചിക്കണം. 57 ദിവസം മാത്രമായിരുന്നു ആ ഒരു 57 മാത്രം, അതെ, 57 ദിവസം മാത്രം ആയുസുള്ള ഒരു കമ്മിറ്റി, ഒരു ഭരണസമിതി.
അതെ, അത് തന്നെയാണ് രഞ്ജിത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്നത്. കാരണം തങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നു, വളരെ ഇഷ്ടപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ പുതിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു, ഒരു ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നു, പ്രസിഡന്റിനെ എല്ലാവരും ഒറ്റ ശ്വാസത്തിൽ പറയുന്നു മോഹൻലാൽ മതി പ്രസിഡന്റായി എന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി തിരഞ്ഞെടുത്ത ഒരു ഭരണസമിതി ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒളിച്ചോടി പോകേണ്ട ആവശ്യമുണ്ടോ? അതോ അപ്പോഴും ബാബുരാജിനെയോ അല്ലെങ്കിൽ മറ്റംഗങ്ങളായ ജയസൂര്യയോ സിദ്ദിഖിനെയോ ഒന്നും തള്ളിപ്പറയാൻ ഇപ്പോഴും ഈ മോഹൻലാൽ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടില്ല. അതിനർത്ഥം ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, ഈ ഒരു കമ്മിറ്റി പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ അംഗങ്ങളോട് ചോദ്യമായി ആരും വരില്ല, അല്ലെങ്കിൽ പിന്നീട് മോഹൻലാൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത് വളരെ മോശമായിട്ടുള്ള, ബാക്കി അംഗങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ചോദിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഒരു ഭാഗത്ത് പുകയുന്നുണ്ട്. പകരം ജഗദീഷ് അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ പേരടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറിയായി പൃഥ്വിരാജ് വരട്ടെ, കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം വരട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ WCCനെയും ഒന്നിച്ചു നിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഒരു സ്ത്രീ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വരട്ടെ. അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത മാസം ചേരാനിരുന്ന അമ്മയുടെ ഓണാഘോഷ പരിപാടിയും താൽക്കാലികമായി അത് റദ്ദാക്കിയിരിക്കുന്നു. അത് നടത്തണ്ട എന്നൊരു തീരുമാനം ഒരു വിഭാഗം ആളുകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ ആരോപണ വിധേയരെ കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം വരും. അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതോടൊപ്പം തന്നെ ഈ ബാബുരാജിനെയോ സിദ്ദിഖിനെയോ ഇപ്പോഴും അമ്മ സംഘടന തള്ളിപ്പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ദിലീപിന്റെ കാര്യത്തിൽ എപ്പോഴാണ് ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് അമ്മ എത്തിയതെന്നാണെന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. അതുപോലെ ഇപ്പോഴും ഈ ആരോപണ വിധേയരായിട്ട് നിൽക്കുമ്പോൾ പോലും അവർക്കെതിരെ ഒരു വാക്കു പറയാനോ മോഹൻലാലോ മമ്മൂട്ടിയെ പോലുള്ള മുതിർന്ന താരങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതും വലിയ വിമർശനത്തിന് വഴിവെക്കുന്നു. എന്തായാലും മോഹൻലാലും മമ്മൂട്ടിയുമായി സംസാരിച്ചു. അതിനുശേഷം മമ്മൂട്ടിയുടെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിൽ ഒറ്റയ്ക്കൊരു രാജി വേണ്ട, കൂട്ടരാജി വെക്കാം, ഈ കമ്മിറ്റി തന്നെ പിരിച്ചുവിടാം എന്നുള്ള തരത്തിലുള്ള മറുപടി മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നൊക്കെ വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ശ്വേതാ മേനോൻ അടക്കം പൃഥ്വിരാജ്, ജഗദീഷ്, ഹൻസിബ പോലുള്ള താരങ്ങളടക്കം വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തുന്നു. ഈ കൂട്ടരാജിക്ക് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം താരങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. രഞ്ജിത്ത്, ഈ അമ്മയുടെ ഓണാഘോഷം അത് കൊച്ചിയിൽ വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതും പ്രതിസന്ധിയിലാണല്ലേ? അതും ഉണ്ടാവില്ല, അങ്ങനെയാണോ തീരുമാനം? അതെ, അതും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ അംഗങ്ങൾ, പ്രധാനപ്പെട്ട അംഗങ്ങൾക്കെതിരെയാണ് ഈ ആരോപണം, ലൈംഗിക ആരോപണം, അതും ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണം നിലനിൽക്കുന്നത്. അത് കേസായിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പ്രത്യേക അന്വേഷണ കമ്മീഷനുണ്ട്. ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, മൊഴിയെടുക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുമല്ല, ഇപ്പോൾ തന്നെ സംഘടനയെ തന്നെ വലിയൊരു കളങ്കത്തിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന അംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഓണാഘോഷം, ഒരു ആഘോഷ പരിപാടി നടത്തുന്നത് ശരിയല്ല എന്നുള്ള തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ അംഗങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഓണം പോലുള്ള ഒരു ആഘോഷം അത് ഒഴിവാക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അമ്മ സംഘടന എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ തന്നെയും അവർ പറഞ്ഞത് തങ്ങൾക്ക് മുൻഗണന തങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേജ് ഷോയാണ്, അതിനുശേഷം ഇതിൽ മറുപടി നൽകാമെന്ന് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി നൽകിയതാണ്. അതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. പിന്നീട് നടത്തിയ പത്രസമ്മേളനം അത് ഏത് വിധത്തിലായിരുന്നു അവരുടെ നിലപാടെന്നൊക്കെ നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനിയും ഒരു ഷോ അല്ലെങ്കിൽ ഇനിയും ഒരു ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് അമ്മ പോലുള്ളൊരു സംഘടന ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, അംഗങ്ങൾക്കിടയിൽ തന്നെ ചേരിതിരിവായിട്ട് നിൽക്കുമ്പോൾ, ഭിന്ന അഭിപ്രായമായി നിൽക്കുമ്പോൾ ഒന്നിച്ച് ഒരു ആഘോഷമായി പോകുന്നത് ശരിയല്ല എന്നൊരു തീരുമാനമാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണാഘോഷ പരിപാടികൾ മാറ്റിവെക്കാനാണ് തീരുമാനം. ഏതായാലും അങ്ങനെ വല്ലാത്തൊരു അസാധാരണമായ പ്രതിസന്ധിയിലൂടെ അമ്മ രൂപീകരിക്കപ്പെട്ടിട്ട് ഇത്ര വർഷമായി. ഇതിനുശേഷം ഇത്ര വലിയൊരു പ്രശ്നത്തിലൂടെ അമ്മ കടന്നു പോയിട്ടില്ല. ഇതിനു മുൻപ് ദിലീപ് വിഷയം, നടിയെ ആക്രമിച്ച വിഷയം വലിയ ചർച്ചയായപ്പോഴാണ് അമ്മയിൽ അന്നൊരു ചേരിതിരിവ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ദിലീപിനൊപ്പം ഒരു വലിയ വിഭാഗം ആളുകൾ നിൽക്കുന്നു. പക്ഷേ യുവനടന്മാർ, അന്നത്തെ പൃഥ്വിരാജ് അടക്കമുള്ള യുവനടന്മാർ ഇതിനെതിരെ രംഗത്ത് വരുന്നു, മമ്മൂട്ടിയെ പോയി കാണുന്നു, പിന്നീട് ദിലീപിനെ പുറത്താക്കുന്നതൊക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. ആ സംഭവങ്ങളൊക്കെ ഉണ്ട്, ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നടങ്കം ആ സംഘടന പരാതിപ്പെട്ടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വലിയ പ്രതിസന്ധിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ചില നടിമാരുടെ വെളിപ്പെടുത്തലുകളുണ്ട്. ചില ആളുകൾ നമുക്കൊപ്പം, ചില നടിമാർ നമുക്കൊപ്പം തത്സമയം ചേരുന്ന പശ്ചാത്തലമുണ്ട്.
പ്രധാനപ്പെട്ട അതിഥികളുണ്ട് അല്ലേ? നമുക്കതിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം. വിട്ടു നിൽക്കണം. നമ്മോടൊപ്പം ഒരു പ്രധാനപ്പെട്ട അതിഥി ചേരുകയാണ്. അസ്നിയ ആഷ്മിൻ. അസ്നിയ ജൂനിയർ ആർട്ടിസ്റ്റാണ്. സിനിമാ രംഗത്ത് എപ്പോഴും സിനിമയോട് വല്ലാത്ത പാഷനുള്ള ആളാണ്. സജീവമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് എന്ന് മനസ്സിലാകുന്നു. അസ്നിയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അസ്നിയയുടെ ഒരു ദീർഘമായ ഒരു FB പോസ്റ്റ്, അത് ഓഗസ്റ്റ് 20 വന്നൊരു പോസ്റ്റ് കണ്ടാണ് ഞങ്ങൾ അസ്നിയയെ ശ്രദ്ധിക്കുന്നതും അസ്നിയയിലേക്ക് എത്തിയതുമൊക്കെ. എന്തായിരുന്നു ആ പോസ്റ്റിന് പിന്നിലുണ്ടായ ഒരു ചേതോവികാരം? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് പോയത്? നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് സിനിമയോട് എന്താ പറയാ ഒരു വല്ലാത്തൊരു അഭികാമ്യൊന്നും ആദ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കലും അഭിനയ രംഗത്തേക്ക് വരണം എന്ന് ഇനീഷ്യലി ഒരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയൊന്നും അല്ല. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് സിനിമയിലേക്ക്, അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇനീഷ്യലി എത്തപ്പെട്ടത്. അപ്പം ആ സമയത്ത് ഉണ്ടായിട്ടുള്ള എന്റെ ചില അനുഭവങ്ങളാണ് ഞാൻ FB പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തില് നമുക്ക് ഇത്തരത്തിലുള്ള, ഇപ്പൊ ഞാൻ റിപ്പോർട്ട് വായിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ കടന്നുപോയിട്ടുള്ള, അതായത് എന്റെ കൂടെയുള്ള ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റു ജൂനിയർ ആർട്ടിസ്റ്റുകളും കൂടെ കടന്നുപോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഏറെക്കുറെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു അനുഭവങ്ങൾ ആണ് ഞാൻ ആ പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഈ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണോ സിനിമ എന്ന് പലപ്പോഴും ചോദിച്ചു പോകും. കാരണം നിങ്ങളൊക്കെ ഈ എല്ലാ രംഗത്തും വനിതകൾ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ രംഗത്തും സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇത്ര അരക്ഷിതമായ ഒരു അവസ്ഥയിൽ ഒരു തൊഴിൽ രംഗത്ത് പണിയെടുക്കുക എന്ന് പറയുന്നത്, കാരണം വസ്ത്രം മാറാൻ പോലുമുള്ള സാഹചര്യമില്ല എന്ന് താങ്കൾക്കൊപ്പമുള്ള ഒരു കോ ആർട്ടിസ്റ്റ് പറയുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടി മെച്ചമാണ്, പല സ്ഥലത്തും തുണി മറച്ചാണ്. ഇതൊക്കെ ശ്രദ്ധിക്കാത്തവരാണോ നമ്മുടെ ഈ വലിയ മേനി കാട്ടുന്ന സിനിമാക്കാർ? ഞാനും എന്താ പറയാ, എനിക്ക് സിനിമ ഒരു ഏലിയൻ അനുഭവമായിരുന്നു ഇനീഷ്യലി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വളരെയധികം വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇനീഷ്യലി നമ്മൾക്ക് ഈ വസ്ത്രം മാറാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ, ഇതിന്റെ ഒരു വിഷയം എന്താണെന്നറിയോ, നമ്മൾക്ക് ഇത് വളരെ കോമൺ ആണ്, അല്ലെങ്കിൽ ഇത് ഓക്കെ ആണ് എന്ന് നമ്മളുടെ സിനിമ നിശ്ചയിക്കുന്നിടത്തും അതുപോലെ തന്നെ നമ്മൾ അതുമായിട്ട് കോപ്പ് ചെയ്ത് പോകുന്നിടത്തും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഒരു 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 അതോറിറ്റി സ്ലേവ് സിസ്റ്റം ഉണ്ടല്ലോ, അത് ഒരു ഫോളോ ചെയ്യുന്നത് പോലത്തെ ഒരു പാറ്റേൺ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ആളുകൾ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് കുറെ കൂടെ അനുഭവത്തിൽ മനസ്സിലായിട്ടുള്ളത്, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ, അതായത് ഇപ്പൊ ഞങ്ങളുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഒരു 20-30 ഇൻ ബിറ്റ്വീൻ ഒക്കെ ഉള്ള കുട്ടികൾ ഇങ്ങനെ പ്രോജക്റ്റുകളിൽ വരുമ്പോൾ ഇവർ അങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായ ഞങ്ങളോട് പറഞ്ഞത് എന്താണോ അതേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഒരു പ്രതിസന്ധിയായിട്ട് അവർക്ക് മാറുന്നുണ്ട്. ആർക്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക്. കാരണം അവരുടെ ഒരു കാര്യത്തിൽ എപ്പോഴും അവരുടെ ജോലി ഈസി ചെയ്യാന്നുള്ളൊരു പ്രോസസ് ഉണ്ടല്ലോ. കാരണം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഞാൻ പോസ്റ്റിൽ മെൻഷൻ ചെയ്ത പോലെ രാവിലെ 4 മണി 5 മണിയൊക്കെ നമ്മള് പിന്നെ എണീറ്റ് വരിക. എന്നിട്ട് ചിലപ്പോൾ നമ്മളുടെ ഷൂട്ട് ഒരു വൈകുന്നേരമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കാം. കൃത്യമായിട്ട് ആ സമയത്തിനനുസരിച്ചിട്ടല്ല നമ്മൾ ഒരിക്കലും ലൊക്കേഷനിൽ എത്തുക. നമ്മളൊരു 6 മണി 7 മണി ആകുമ്പോൾ ലൊക്കേഷനിൽ 6 മണിക്ക് എത്തണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അതുപോലെ തന്നെ എത്തിയിട്ടില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വളരെ മോശമായിട്ട് നമ്മളെ അടുത്ത് സംസാരിക്കുക, ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളോട് മിസ്ബിഹേവ് ചെയ്യുക. അതായത് ഇത് പുരുഷന്മാർക്കും ഇത് നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം സിനിമയുടെ ഒരു വലിയ ഇവർക്ക് കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മളടുത്ത് ബിഹേവ് ചെയ്യാനും ഈ ഒരു ധാർഷ്ട്യം കാണിക്കാനും ഉള്ള ഒരു എവിടെ നിന്നാണ് റൈറ്റ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, സിനിമ എപ്പോഴും ഒരു പാഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖല കൂടെയാണല്ലോ. അപ്പൊ നമ്മൾ സിനിമയിലേക്ക് എത്തിപ്പെടുന്നതും, അല്ലെങ്കിൽ നമ്മൾ ഈവൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു ദിവസം 600 രൂപയ്ക്കും 700 രൂപയ്ക്കും
1000 രൂപയ്ക്കൊക്കെ നമ്മൾ പണിയെടുക്കുന്നത് ഇവര് തരുന്ന ഒരു ഔദാര്യമാണ്. കാരണം അത് നിങ്ങൾക്ക് സിനിമ എന്ന് പറയുന്ന ഒരു മായിക ലോകത്തേക്ക് നിങ്ങളെ ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുകയാണല്ലോ. അപ്പം ഇതിവിടെ ഓക്കെ ആണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് പലപ്പോഴും കോർഡിനേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട് ഉള്ളത് തന്നെയാണ്. കാരണം ഞാൻ പോസ്റ്റിൽ പറഞ്ഞതുപോലെ 6 മണിക്കും 7 മണിക്കും ഒക്കെ നിർബന്ധിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കുക, അല്ലെങ്കിൽ ഇനി ശരിക്കും ഒരു ആട് ജീവിതം എന്ന് പറയാം അല്ലേ? തീർച്ചയായും അതായത് എല്ലാ രീതിയിലും മനസ്സിലാക്കുന്നത് അസ്നിയ ജോലി ചെയ്ത് ഒരു അന്യഭാഷാ ചിത്രത്തിലാണല്ലേ, യാഷ് രാജ് പ്രൊഡക്ഷന്റെ. അതെ അതെ നമ്മള് ചില നടിമാര് നമ്മളോട് സംസാരിച്ചപ്പോ ചില നടിമാര് പറഞ്ഞത് നമ്മുടെ മലയാളത്തിലാണ് കുറച്ചുകൂടി വിവേചനം എന്നാണ്, ഈ ഹിന്ദിയിലും തമിഴിലും കുറച്ചുകൂടി മാന്യത കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഇല്ലേ സിനിമാ രംഗത്ത്? ഇതിലും വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങള് പ്രവർത്തിക്കുന്ന സമയത്ത് ഇനീഷ്യലി മുംബൈയിൽ ഷൂട്ട് ഉണ്ടായിരുന്ന സമയത്തൊക്കെ വളരെ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു. വളരെ നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സെപ്പറേറ്റ് മുറിയും അതുപോലെ തന്നെ ഷോട്ടിന്റെ സമയത്ത് മാത്രം വന്ന് വിളിക്കുകയും വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൽ കണ്ടിന്യൂ ആയിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. കാരണം അത്തരത്തിലുള്ള റെസ്പെക്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു വാലിഡിറ്റി ഉണ്ടല്ലോ. അപ്പം അതുകൂടെ കണക്കിലെടുത്താണ് ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾക്ക് കോൺട്രാക്റ്റോ അഗ്രിമെന്റോ ഒന്നും ഇല്ലാതെയാണല്ലോ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലോട്ട് വന്ന് കേരളത്തിലെ ലൈൻ പ്രൊഡക്ഷനുമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്തിട്ടാണല്ലോ സാധാരണ ഇത്തരം, അതായത് ഞാൻ ഉണ്ടായിരുന്ന വെബ് സീരീസ് കേരളത്തിലോട്ട് ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ലൊക്കേഷൻസ് ഒക്കെ കേരളത്തിലോട്ടായിരുന്നു. അപ്പം കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ലൈൻ പ്രൊഡക്ഷനുമായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന മാറ്റം തന്നെയായിരുന്നു. കാരണം പിന്നെയാണ് ഈ ആടിനെയും മാടിനെയും ഒക്കെ തെളിച്ചു കൊണ്ടുപോകുന്ന പോലെ കോർഡിനേറ്ററുടെ കൂടെ ഒരു സബ് കോർഡിനേറ്റർ ഉണ്ടാവും. നമ്മളെ ഇതുപോലെ എന്താ പറയാ, ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ആടിനെയും മാടിനെയും ഒക്കെ തെളിക്കുന്ന പോലെ നമ്മൾ തെളിച്ചുകൊണ്ട് പോകും. ചിലരടുത്ത് കയർക്കും. പിന്നെ പെട്ടെന്ന് ഒരാളെ ഇപ്പം ക്രൗഡിൽ നമ്മൾക്ക് ഇത് മെയിൻ ആയിട്ടെന്ന് പറയുമ്പം മെയിൻ ആക്ടേഴ്സ് വരുന്നതിനനുസരിച്ച് ജൂനിയേഴ്സിനെ നമ്മൾ ക്യാപ്സ്യൂൾസ് പോലെ ഇട്ട് കൊടുക്കാണല്ലോ ചെയ്യുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ജൂനിയേഴ്സ് ഇവിടെ ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ അവരെ തൊട്ടപ്പുറത്ത് മാറിയിട്ട് ആ വെയിലത്ത് തന്നെ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിക്കും. ഇത് ഈ കോർഡിനേറ്റേഴ്സിന്റെ ജോലി ഈസി ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ ആ നിൽക്കുന്നത് വൈകുന്നേരം വരെ നിൽക്കേണ്ടി വരും. ആ സമയത്ത് പ്രായമായ സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. പലരുടെയും അവസ്ഥ, കാരണം ചിലർക്കൊക്കെ സിനിമ പാഷനായിട്ട് ഒക്കെ വന്ന ആളുകൾ തന്നെയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പം പ്രത്യേകിച്ച് മറുത്തൊരു അഭിപ്രായ വ്യത്യാസം പറയാൻ ഇവരൊന്നും വില്ലിങ് ആവില്ല. കാരണം നാളെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാല് ഒരു പക്ഷെ ഇവര് വിളിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു പ്രതിസന്ധി അവർക്ക് ഉണ്ടാവും. അതെ അതെ അതെ. അസ്നി, അതുപോലെ ഈ ഒരു ക്യാരക്ടർ, അതായത് പറഞ്ഞിരുന്ന റോൾ അല്ലാണ്ട് റോള് പറ്റിച്ച് ചെയ്യിപ്പിച്ചു എന്നുള്ളൊരു ആരോപണം പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയായിരുന്നു? അതെ, നമ്മൾക്ക് ഒരു ദിവസം ഓഫ് ഉണ്ടായിരുന്നു. അപ്പം ഓഫ് ഉണ്ടായിരുന്ന ദിവസം, അതായത് നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഷൂട്ട് ഇല്ല എന്നുള്ള അത് ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഈ ദിവസം ഷൂട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങളോട് പെട്ടെന്ന് തിരിച്ചു വരുന്ന വഴിയിൽ നാളെ നിങ്ങൾക്ക് ഷൂട്ട് ഉണ്ടെന്ന് പറയുന്നു. ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് പിറ്റേന്ന് നമ്മൾ ഷൂട്ടിലേക്ക് പോകുമ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഡിഫറെന്റ് കോസ്റ്റ്യൂംസ് തന്നു. ഞങ്ങളുടെ ക്യാരക്ടറിന് പ്രത്യേകമായ ഒരു കോസ്റ്റ്യൂം ഉണ്ട്. അപ്പം അതല്ലാത്ത കോസ്റ്റ്യൂം തന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരു 5 പേരോളം ഈ റോള് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവർ ചോദിച്ചു, ഈ കോസ്റ്റ്യൂം അല്ലല്ലോ, ഞങ്ങളുടെ കോസ്റ്റ്യൂം മാറിയിട്ടുണ്ടോ, ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം അവർ കോർഡിനേറ്ററോട് സംസാരിച്ചപ്പം കോർഡിനേറ്റർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഏതാണോ കോസ്റ്റ്യൂം തരുന്നത് അത് ഇട്ടുള്ള, അതാണ് നിങ്ങളെ ജോലി. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ ക്യാരക്ടർ ചെയ്യാനാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്, അപ്പൊ ഞങ്ങൾക്ക് ആ കോസ്റ്റ്യൂം അല്ല തരണ്ടേ. അപ്പം പിന്നീട് അയാളൊന്ന് പോയി കുറച്ച് സമയം കഴിഞ്ഞ് വന്നതിന് ശേഷം അസോസിയേറ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, അസിസ്റ്റന്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്നൊരു ആൾമാറാട്ടമാണ് നടത്തുന്നത്, നിങ്ങളെ ക്യാരക്ടർ തന്നെ, പക്ഷെ മറ്റൊരു എന്താ പറയാ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ആൾമാറാട്ടം ചെയ്യുകയാണ്, അപ്പം അതിന്റെ കോസ്റ്റ്യൂം ആണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് കൂറ് കാണിക്കുമല്ലോ.
അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിട്ട് പിന്നെ പോവുകയും എന്നാൽ ക്യാമറയുടെ മുമ്പിൽ ഒരിക്കലും നിങ്ങൾ ഫേസ് കാണിക്കരുത് എന്നുള്ളൊരു അവിടെ നിന്ന് ഞങ്ങളോട് അത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അപ്പം മറ്റ് അസിസ്റ്റൻസ് ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങൾ മുഖം കാണിക്കാതെ ഞങ്ങളുടെ റോള് കൃത്യമായിട്ട് ചെയ്തു. എന്ത് ആക്ഷൻ ആണോ അവർ പറഞ്ഞത് അത് ചെയ്തു. അത് രാവിലെ മുതൽ ഏകദേശം ഒരു ഒരു 2 മണി വരെ പോയൊരു ഷൂട്ടായിരുന്നു. ഏകദേശം ഞങ്ങൾക്ക് കൊടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാനൊരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടും ഈ ഒരു വിഷയം മെൻഷൻ ചെയ്തിട്ടല്ല എങ്കിൽ കൂടെ അതിൽ ഞാൻ ആടുജീവിതം എന്ന് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നജീബിന്റെ അവസ്ഥയൊക്കെ ഞാൻ ശരിക്കും അവിടെ നിന്ന് ആലോചിച്ചു പോയി. കാരണം എങ്ങനെയായിരിക്കും ഒരു വ്യക്തി പൊള്ളിയിട്ട് മരുഭൂമിയിൽ നിന്നിട്ടുണ്ടാവുക. കാരണം ഒരു 2-3 മണിക്കൂർ എനിക്ക് കണ്ടിന്യൂസ് നിന്ന സമയത്ത് എനിക്ക് കാലിന്റെ തൊലി അടക്കം പൊള്ളിപ്പോയിണ്ടായിരുന്നു. അപ്പം കാരണം ചെരുപ്പും ഉണ്ടായിരുന്നല്ലേ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇത് പിന്നീട് ചോദ്യം ചെയ്ത സമയത്തും പിന്നീട് കൂടെ വർക്ക് ചെയ്ത ആളുകൾക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ട്. അന്നാണ് അവർ ഇത് പറഞ്ഞത്, ഇത് നമ്മളിപ്പോ ചെയ്തത് നമ്മളെ റോളല്ല, നമ്മൾ ചെയ്തത് മറ്റു ജൂനിയേഴ്സിനെ അവിടെ അലോട്ട് ചെയ്ത് ഇന്ന് വരുത്തേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി ഓഫിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ചെയ്താൽ എന്താ എന്നുള്ള അവരുടെ ഡെസിഷൻ ആണ്. അപ്പം ഇത് അറിയേണ്ട ഒരു ബേസിക് റൈറ്റ് ഞങ്ങൾക്കില്ലേ, ഇത് പറയേണ്ടതായിട്ടുള്ള ബാധ്യതയില്ലേ? ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്തെല്ലാം കോർഡിനേറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് അസിസ്റ്റന്റ് പറഞ്ഞത് എന്താണോ അത് ഞാൻ ഫോളോ അപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഒപ്പമാണ് ഈ അസ്നിയ ഈ സംസാരങ്ങളും അല്ലെ, നിങ്ങളെ ഒരുമാതിരി കൊള്ളിച്ചുള്ള സംസാരങ്ങൾ, പല ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള സംസാരങ്ങൾ, നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യില്ല എന്നുള്ള കൊള്ളിച്ചുള്ള വർത്തമാനങ്ങൾ. പിന്നെ അതുപോലെ തുടക്കത്തില് നിങ്ങളൊക്കെ ഇത്തരത്തില് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് സിനിമ. ഇങ്ങനെ നിങ്ങൾ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുള്ളൂ. കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഒക്കെ തന്നെ നമുക്ക് സിനിമയിൽ നല്ലൊരു ഭാവി ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ ലഭിക്കുക എന്നുള്ളതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരുടെയും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുക. അപ്പൊ അതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പേഴ്സണലി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. പല സമയത്തും നമ്മൾ വോയിസ് റേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ്, ഇതൊക്കെ ഹ്യൂമൻ റൈറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ഞങ്ങൾ ലക്ഷറി അല്ല ആവശ്യപ്പെടുന്നത്, നമ്മൾ കൊടയോ ചെയറോ ഒക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആരും തന്നെ വെയിലത്ത് മണിക്കൂറുകളോളം നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ചോദിക്കുന്നത് ഒരു ലക്ഷറി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മറ്റ് വേറെ ആരെങ്കിലും ഒക്കെ കാസ്റ്റ് ചെയ്യുന്നതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞൊരു ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കോളൂ, മറ്റൊരാൾ എന്നാ കാസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അവർക്ക് ഓക്കെ ഇതിവിടെ ചെലവാകുന്നില്ല, അല്ലെങ്കിൽ ഇതിവിടെ കാലങ്ങളായിട്ട് ചിലപ്പോൾ അവർ അങ്ങനത്തെ മെത്തേഡുകളായിരിക്കാം ഉപയോഗിച്ചിട്ടുണ്ട്. ലൈംഗിക ആവശ്യങ്ങൾക്കായുള്ള സമീപനം ഉണ്ടല്ലേ ഈ യൂണിയൻ ആർട്ടിസ്റ്റുകളാണ് പലപ്പോഴും ഇത്തരക്കാരുടെ കൺട്രോളർമാരുടെ ഒക്കെ ഇത്തരം ആർത്തികൾക്ക് ഇരയാകുന്നത് എന്നും പലരും പങ്കുവെക്കുന്നുണ്ടായിരുന്ന കാര്യങ്ങൾ. അതെ അതെ തീർച്ചയായും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിനിമയിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ആകപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. കാരണം ഇപ്പൊ മലയാളത്തിൽ ഒരു സെറ്റില് എനിക്ക് അന്ന് ഷൂട്ട് ഉണ്ടായില്ല. ഒരു മൂവി സെറ്റിൽ ഞാൻ പോയ സമയത്ത് രാവിലെ മുതൽ രാത്രി വരെ അവിടെ നമ്മൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ചെയറില്ല, മഴ പെയ്തു, അപ്പൊ പോലും എന്താ പറയാ നിങ്ങളൊന്ന് മാറി നിന്നോ എന്ന് പോലും, എങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറയാൻ പോലും ആളുകൾ ഉണ്ടായിട്ടില്ല. കാരണം അത്രയധികം ചൂഷണത്തിന് അവര് വിധേയമാകപ്പെടുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് ഒരു ദിവസം ഒരു സോഫയിൽ ഇരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയാ ലൊക്കേഷനില് ഉള്ളിലൊരു രണ്ട് സോഫ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സോഫയിൽ ആർട്ടിസ്റ്റുകൾ ഇരിക്കുന്നുണ്ട്, അതായത് സപ്പോർട്ടിങ് റോൾസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്തൊരു സോഫ ഒഴിഞ്ഞു കിടന്നത് കണ്ടപ്പോൾ കുറെ സമയമായിട്ട് നിന്നോണ്ടിരുന്ന ഞാനും എന്റെ കൂടെയുള്ള കുറച്ച് എന്നെ പോലെ വന്നിട്ടുള്ള മറ്റ് ജൂനിയേഴ്സും അവിടെ ഇരുന്നു. ഇത് ഇരുന്നൊരു 4-5 സെക്കൻഡ്സ് ആവുന്നില്ല, അപ്പത്തേക്ക് അവിടെ ഇരിക്കുന്ന ഒരു ക്രൂവിലുള്ള ഒരാൾ വന്നിട്ട് ഇത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, കാരണം ഇതിനു വേണ്ടി മാത്രം റെന്റിന് എടുത്തേക്കണ വസ്തുക്കളാണ്, അത് ബ്രേക്ക് ആയി പോവും, എണീക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ തൊട്ട് മുമ്പില് ഇതുപോലെ തന്നെ 2 സോഫയിൽ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്നൊരു അത് വിവേചനമല്ലേ? അത് വളരെ വ്യക്തമായ വിവേചനമല്ലേ? ഇത് തന്നെയാണ് സിനിമയിൽ സംഭവിക്കുന്നത്. ഇത് ജൂനിയർ ആർട്ടിസ്റ്റുകളോട് ഫേവർ ചോദിക്കുന്നതിലും ഇത് സംഭവിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. ഇതിന് ശേഷമുള്ള ഈ അസ്നിയ പലപ്പോഴും ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന നേരിട്ടും ഒരുപക്ഷെ അസ്നിയ ഈ വിഷയങ്ങളോട് ഇങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള അസ്നിയുടെ ഒരു ഭാവി എന്താണ് സിനിമയിൽ?
ആരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടോ വർക്കിന്? സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനീഷ്യലി ഈ 2 പ്രോജക്റ്റ് ചെയ്ത സമയത്താണ് എനിക്ക് ഓക്കെ ചെയ്താൽ കൊള്ളാം, സിനിമയിലേക്ക് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു മാസ്മരികത എന്നെ വന്ന് മൂടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള തോന്നലിൽ നിന്ന സിനിമ എനിക്ക് വേണം, ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇതുപോലെ 2-3 സിനിമ അവസരങ്ങൾ വരികയും അതിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആവശ്യങ്ങൾ ഉണ്ട് എന്നറിയുകയും അത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ കൂടെയുണ്ട് കേട്ടോ. അതായത് ഇത് മാന്യമായിട്ട് ചോദിക്കുകയാണ് എന്നുള്ള ഒരു ലേബൽ, അതായത് ഇതിലെ വിഷയം എന്ന് പറയുമ്പോൾ നമ്മളെടുത്ത് ഒരാൾ സെക്സിന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നതും ഇത്തരത്തിലൊരു തൊഴിൽ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഇതിന് വില്ലിങ് ആവണം എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം പലർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അത് മാന്യതയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തേക്കണം എന്ന് പറയുന്നത് അതിലൊരു വ്യത്യാസമില്ലേ? ആ വ്യത്യാസം മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം. എനിക്കത് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ആവശ്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ഇരുന്ന് ചിന്തിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോശമായ കാര്യമാണ് ഈ രീതിയിലൊന്നും അല്ല ഞാൻ സംസാരിച്ചിട്ടുണ്ടാവും, അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എനിവേ, അപ്പം അങ്ങനെ നോ പറയേണ്ട സിറ്റുവേഷൻ തുടരെ ഉണ്ടായതിനു ശേഷം ഞാൻ തൽക്കാലം മതിയാക്കാം എന്നുള്ളൊരു സിനിമയിൽ അഭിനയിക്കുന്നില്ല അല്ലേ ജൂനിയർ ആർട്ടിസ്റ്റ്? ഞാനിപ്പോ എനിക്ക് അത്തരത്തിലുള്ള അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് റോളുകൾ ഞാനിപ്പോ ചെയ്യുന്നില്ല. കാരണം ആ 2 വർക്കോടെ ഞാൻ ഇനി അത്തരത്തിലുള്ളൊരു എന്താ പറയാ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ പോകില്ല എന്ന് തീരുമാനിച്ചതാണ്. കാരണം പക്ഷേ അസ്നിയെ പോലെ ബോൾഡായി തീരുമാനമെടുക്കാൻ പറ്റാത്തവരാണ്. കാരണം ഇതൊരു ചെന്ന് വീണ് പെട്ടുപോകുന്നതാണ്. ജീവിക്കാൻ വേറെ മാർഗം കാണില്ല. നേരത്തെ പറഞ്ഞ പോലെ സിനിമയോടുള്ള അമിതമായ പാഷൻ കാണും. അത് വെച്ചിട്ട് എന്നെങ്കിലും രക്ഷപ്പെടും എന്ന് പറഞ്ഞ് ഇരകളാക്കപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ, വനിതകളുമുണ്ട്. അത് നേരിട്ട് കണ്ട ആൾ കൂടിയാണ് അസ്ന. തീർച്ചയായും. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് തന്നെ, പുള്ളിക്കാരി വളരെയധികം പാഷനേറ്റ് ആണ്. അപ്പം ഈ അടുത്ത് എന്നോട് വിളിച്ച് സംസാരിച്ച സമയത്ത് ഈ വിഷയങ്ങളൊക്കെ നടക്കുന്ന, ഞാൻ ഈ പോസ്റ്റ് ഒക്കെ ഇട്ടതിന് ശേഷം പുള്ളിക്കാരി വിളിച്ച് സംസാരിച്ചപ്പോൾ ഈയിടെ തന്നെ ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന് പുള്ളിക്കാരത്തേക്ക് ഓടി വന്നു, ഓടി രക്ഷപ്പെടേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ സാഹചര്യമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടേണ്ട ഒരു സിറ്റുവേഷനിലേക്കും എത്തിയിട്ടില്ല. മാറ്റങ്ങൾ വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഇപ്പം പല സെറ്റുകളിലും പഴയതുപോലെയല്ല, ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, അതുപോലെ വസ്ത്രം മാറാനൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും അത് എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ടെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മള് എല്ലാ കാര്യത്തിലും ഉണ്ട് ഈ ഇൻഹ്യൂമൻ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ. സിനിമയുടെ പല സെക്ടറിലും ഇത് മുഴച്ചു തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മള് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ എന്നതിൽ കൂടുതൽ സിനിമയിലെ പല സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കും ഇതുണ്ടെന്നുള്ളത് തന്നെയാണ്. അവരും ഇതിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും അസ്നിയ അഷ്മിൻ എന്ന ധീരയായ ഒരു വനിത, അവർക്ക് പ്രതികരിക്കാനുള്ള അവസരം ലഭിച്ചു. അവരത് പ്രതികരിക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷെ എല്ലാവർക്കും അത്തരത്തിലുള്ള അവസരമില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, സിനിമയോട് വല്ലാത്ത പാഷനായി വന്ന് അവിടെ ഈയാമ്പാറ്റകളെ പോലെ എരിഞ്ഞടങ്ങുന്ന ഒരുപാട് ജന്മങ്ങൾ. അതുപോലെ അസ്നിയുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2023 അസ്നിയ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് വളരെ റീസെന്റ് ആയിട്ട്. അപ്പോൾ ഇത് എത്രയോ കാലമായിട്ട് ഈ ഒരു ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നും അതുപോലെ എത്രയോ പേര് ഇതുപോലെ തുറന്നു പറയാൻ മടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അസ്നിയ ചെയ്തത് തീർച്ചയായും ഒരു അപ്രിസിയേഷൻ കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. ഈ അപ്രീസിയേഷൻ എന്നുള്ളതിലൊക്കെ കൂടുതൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പലർക്കും ഇങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവാറില്ല അസ്നി. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അസ്നിയുടെ പോസ്റ്റിന് താഴെ കമന്റ്സും അങ്ങനെ തന്നെയാണ് വരുന്നത്. കാര്യം വേറെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർമാര് വല്ലാതെ സിനിമയിലെ നടന്മാരും, നമ്മൾ ഈ വലിയ ആളുകളായി കാണുന്ന നടന്മാരും അവരുടെയൊക്കെ ഭാഗത്തും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരുടെ ഇരയാക്കപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അത് സത്യമുണ്ടോ? എങ്ങനെയാ ഒന്നുകൂടെ പറയാമോ? നടന്മാര്, വലിയ വലിയ നടന്മാര്, അവരെ പലരും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളോട് താല്പര്യമുള്ളവരും അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അവരുടെ ഇടനിലക്കാരായും ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരും മറ്റും ജോലി ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ടായിരിക്കാം. നമ്മൾ പുറത്തു വരുന്ന വിവരങ്ങളും അതുപോലെ തന്നെ ആളുകൾ ഇപ്പൊ പങ്കുവെക്കുന്ന അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള പല സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ സാധ്യതകളുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായും. നന്ദി അസ്നിയ അഷ്മിൻ
ഞങ്ങൾക്കൊപ്പം ചേർന്ന് താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്. ഏതായാലും ഒരുപാട് കമൻസ് ഈ നമ്മുടെ യൂട്യൂബിൽ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ. അതായത് ചെകുത്താൻ്റെ തിരിച്ചടി എന്നാണ് അമ്മയുടെ രാജിയുമായി ബന്ധപ്പെട്ട് ടിറ്റൂസ് ഡേവിഡ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, അമ്മ എന്ന ഈ അസോസിയേഷൻ ഇനി വിളിക്കരുത്, കാരണം അമ്മ എന്ന വാക്ക് ഉപയോഗിക്കുന്ന നിർത്തുക. ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മ എന്ന വാക്ക് വിലമതിക്കാനാവാത്തതാണ്. ഒരുപാട് പേര് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ദയവ് ചെയ്ത് അമ്മ അമ്മ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നിർത്തുക. അതെ അതെ, ചെകുത്താന്റെ വിമർശനമാണ് സിദ്ദിഖിന്റെ പീഡനത്തെക്കാൾ നല്ലത് എന്ന് പറയുന്നത്. അങ്ങനെ അമ്മയ്ക്കെതിരെയുള്ള രൂക്ഷ വിമർശനം പൊതുസമൂഹത്തിൽ മൊത്തത്തിൽ തന്നെ should avoid all candidates for next selection. അതെ അതെ അതെ, അതായത് ഇപ്പോഴത്തെ ഭാരവാഹികളെ ആരെയും ഇനിയും ഒരു ഭാരവാഹത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന ആവശ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ അമ്മയ്ക്കെതിരെ വല്ലാത്ത ഒരു ജനവികാരം പൊതുവെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്രയധികം കാര്യങ്ങൾ വരികയും അതിൽ കൂടുതൽ വെളിപ്പെടുത്തൽ വരികയും ഒക്കെ ചെയ്തപ്പോൾ ആളുകൾക്ക് വല്ലാത്ത തോതിൽ ഈ നമ്മൾ ഒരുപാട് വലിയ കാര്യമായി നടന്നിരുന്ന നടന്മാരെയൊക്കെ ആ തരത്തിൽ കാണുന്നവരാണിപ്പോൾ. നടന്മാരുടെയൊക്കെ യഥാർത്ഥ ചിത്രം അത് പുറത്തു വരുന്നു എന്നുള്ള രീതിയിലാണ് പൊതുസമൂഹം ഇതിനെ വിലയിരുത്തുന്നത് എന്നുകൂടി ഇതിലൂടെ ചേർത്ത് വായിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും നമുക്ക് മറ്റൊരു വാർത്തയുള്ളത്, അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു പരാതി കൂടി ലഭിച്ചിരിക്കുന്നു. നടി സോണിയ മൽഹാറാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. യുവനടൻ അതിക്രമം നടത്തിയെന്ന് വ്യക്തമാക്കിയാണ് ഈ പരാതി. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥയായ പൂങ്കുഴലിയോട് നേരിട്ടും മറ്റൊരു ഉദ്യോഗസ്ഥയായ ഐശ്വര്യ ഡോഗ്രിയോട് ഫോണിലും പരാതിക്കാരി ആശയവിനിമയവും നടത്തി. ഇമെയിലായാണ് പരാതി സമർപ്പിച്ചത്. വി വിനോദിന്റെ റിപ്പോർട്ട്. അതെ, മൊഴി കൊടുത്തിട്ടുണ്ട്. ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കുകയും ആരാണോ അതിൽ പ്രതിപട്ടികയിൽ വന്നത് അവരുടെ പേര് വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെ, കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് 2 IPS ഓഫീസേഴ്സ് അവർ രണ്ടുപേരും കോൺടാക്ട് ചെയ്തിരുന്നു. പൂങ്കുഴലി മാഡവും മറ്റേ ഐശ്വര്യ ഡോഗ്ര മാം. ഒരാളെ നേരിട്ട് കണ്ടു, പൂങ്കുഴലി മാമിനെ നേരിട്ട് കണ്ടു, സംസാരിച്ചു. ഐശ്വര്യ ഡോഗ്ര മാഡം വിളിച്ചു. അപ്പം മെയിൽ ID അയച്ചു തന്നു. അതിനകത്തേക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. അപ്ലോഡ് ചെയ്തതിന് ശേഷം സൈറ്റിൽ അവർ കണ്ടില്ല, അപ്പോൾ അതുകൊണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു വെരിഫിക്കേഷന്. അപ്പോൾ ആഫ്റ്റർ മെയിലിംഗ് ഐ വിൽ സെൻഡ് സ്ക്രീൻഷോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാം അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് താങ്ക്സ് അയച്ചു. പിന്നെ എപ്പോൾ വേണോ ഏത് കാര്യത്തിനായാലും അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം ചെയ്തു വിട്ടു പോവാനല്ല അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പരാതി ഇനിമേലുണ്ടെങ്കിൽ, അതായത് ഒരു സേഫ്റ്റി സോണാണ് അവർ തുടങ്ങി വെക്കുന്നത്. അവരെന്താ 2013 നടന്ന 2013 നടന്ന ഒരു ഇൻസിഡന്റ് എന്തുകൊണ്ട് ഇപ്പൊ റൈസ് ചെയ്തു എന്നും അതിനെല്ലാം ഞാൻ കൃത്യമായ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ എന്തുകൊണ്ടാണ് ഇപ്പൊ പലരും പറയുന്നുണ്ടല്ലോ. അതെ, ഫോണിൽ ഒരുപാട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 മാഡമായിട്ടും മറ്റേ മാഡം ഇന്നലെ പൂങ്കുഴലി മാഡം ഇന്നലെ സംസാരിച്ചിരുന്നു ഫോണിൽ. ഇന്നാണ് നേരിട്ട് കണ്ടത്. അതിൽ തന്നെ ഒരു യുവനടന്റെ കാര്യം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഹാസ്യനടൻ, മരിച്ചുപോയ ഒരു ഹാസ്യനടന്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു ഡയറക്ടർ, അത് സോണിയോടല്ല മറ്റൊരാളിനോട് മോശമായി പെരുമാറിയ കാര്യം പറഞ്ഞിരുന്നു. ഈ പേരുകളെല്ലാം പറഞ്ഞിരുന്നു. അതെ അതെ, പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, അതിൽ ചില ആക്ഷേപങ്ങൾ വരുന്നത് ചില പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ചില സൂചനകൾ ഉണ്ടായിരുന്നു. പിന്നീട് ആ ആളല്ല, അതായത് പലരും ഊഹിക്കുന്നുണ്ട് അതാണെന്നോ അല്ലെന്നോ സോണിയ പറഞ്ഞില്ല, തള്ളി പറഞ്ഞില്ല. പക്ഷേ ചില പേരുകളല്ല എന്ന് പറഞ്ഞത് പണം വാങ്ങിയാണ്, അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ആ തരത്തിൽ ഒത്തുതീർപ്പിലേക്ക് പോയി എന്നുള്ള ആരോപണം വരുന്നുണ്ട്. ആരോപണം ഞാനും കണ്ടിരുന്നു. ഇപ്പൊ തെറ്റായ കുറെ വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അയാളല്ല എന്ന് പറഞ്ഞു, വേറെ കയറി പിടിക്കാൻ വന്നവനെ അടിച്ചു വിട്ടു. ഇങ്ങനെ എന്തിനാണ് പടച്ചു വിടുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രമുഖ ചാനലിന് കൊടുത്തത് ആരും വളച്ചിട്ടില്ല. പ്രമുഖ ചാനൽ അതിന്റെ അന്തസ്സ് കാണിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. ആരും പറഞ്ഞ വാക്കിന് ഇതാക്കില്ല. പക്ഷെ ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുത്ത സാധനം ഇന്ന ആളാണോ എന്ന് അവർ കൂടുതൽ ചോദിക്കുമ്പോ അല്ല, ആണെന്ന് പറഞ്ഞാലും പ്രമുഖ എന്നുള്ള പേര് ചാനൽ പറയുമ്പോഴും ഇപ്പൊ ഈ പ്രമുഖ ചാനൽ ഏതാണെന്ന് പറഞ്ഞു, പറഞ്ഞ ചാനൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഫോക്കസ് ടിവിക്കാണെന്ന് തോന്നുന്നു അവരോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന ആളാണോ എന്ന് എടുത്തു ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എത്ര ചോദിച്ചാലും എനിക്കത് പറയാൻ പറ്റില്ല. കാരണം എല്ലാ വലിയ ചാനലിൽ ചോദിച്ചിട്ട് ഞാൻ പേര് റിവീൽ ചെയ്യാത്ത തൽക്കാലം പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ആണോ നിങ്ങൾ ചോദിച്ചാൽ അല്ലാന്ന് ഞാൻ പറയുള്ളൂ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും ഇന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അല്ല, പക്ഷേ നിങ്ങൾ വീണ്ടും മറ്റൊരാളുടെ പേരും ചോദിച്ചാലും ഞാൻ അല്ലാന്ന് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയും എന്ന് പറയുന്നിടത്ത് ഇന്ന ആളുടെ പേരും അല്ല എന്ന് പറയുന്നത് രണ്ടും പെട്ടെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്ന ആളാണോ അല്ല എന്ന് പറയുമ്പോൾ ആ വീഡിയോ കാണുമ്പം അവരത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകന് ആള് പറയുന്നത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് യൂട്യൂബേഴ്സ് പല ആളുകളും അത് അയച്ചു തരും. ഞാൻ നോക്കുന്നില്ല.
അപ്പൊ അയക്കുന്നത് ഇതാണ്, എന്തിനാണ് പണം, എനിക്ക് ഒരുപാട് ഓഡിയോസ് വരുന്നുണ്ട്, എനിക്ക് ഭീഷണികൾ വരുന്നുണ്ട്. ഒരു വലിയ നടന്റെ പേര് പറഞ്ഞിട്ട് അയാൾക്ക് വലിയ ഇന്നൊരാൾ കാണാൻ വന്നു, അതൊരു യൂട്യൂബറായിട്ട് വന്നതാണ്. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ എന്നെ ബാധിക്കുമെങ്കിൽ പോലീസ് ഓഫീസേഴ്സിന് ഞാൻ നമ്പർ അത് ഭീഷണിയുടെ ഒരു ഭീഷണിയല്ല, ഒരു നയത്തിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരാളുടെ വോയിസ് കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ഇത് ആ മനുഷ്യനെ ഇതാക്കിയത്, അല്ലെങ്കിൽ സിമ്പിൾ എല്ലാം കൊടുത്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റായ ഒരു നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിശ്വസിച്ചിരുന്നില്ല, നിങ്ങളൊരു വലിയ ചാരിറ്റി പ്രവർത്തകമായിട്ട് തെറ്റായ കാര്യങ്ങൾ പറയുന്നു, അതായത് സമൂഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നു, മാധ്യമങ്ങളെ മിസ്ഗൈഡ് ചെയ്യുന്നു, ഇതേപോലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ കുറെ വിഷമങ്ങളുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നാളെ കേസ് കൊടുത്തതിന്റെ പിൻബലമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണുകയും മാധ്യമങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ വലിയ നടൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഫാൻസ് കാണും. അപ്പൊ ഇവരൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഫാൻസിന്റേതായ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് നമ്മളെ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങോ ഏതെങ്കിലും തരത്തിൽ വന്നാൽ അങ്ങനെ എന്തെങ്കിലും കാണുന്നെങ്കിൽ കോട്ട് ചെയ്തിട്ട് അവരെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള ഒരു നടനാണ്. ആ നടനെ വെള്ളപൂശാൻ വേണ്ടി അല്ലെങ്കിൽ ആ നടൻ തെറ്റ് ചെയ്തില്ല എന്ന നിലയ്ക്ക് പറഞ്ഞു എന്ന് പറയുന്നത്, അത് എന്തെങ്കിലും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ അങ്ങനെ പറഞ്ഞത്? അത് വ്യക്തിപരമായിട്ട് അടുത്തറിയുന്ന ആളാണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ പേഴ്സണലി അറിയുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മൾ പലതരത്തിലും നമ്മളത് പഠിക്കുമല്ലോ ഒരു വ്യക്തിയെക്കുറിച്ച്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വർഷങ്ങളായിട്ട് അവരോടൊപ്പം നിൽക്കുന്ന പല ആളുകളിലും പല രീതിയിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ക്രൈമിൽ ഡയറക്ട്ലി അയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ധൈര്യത്തോടെ പറയില്ല. അപ്പൊ കിട്ടിയിരിക്കുന്ന മുഴുവൻ ഭാഗത്തുനിന്ന് എല്ലാവരും ഒരേപോലെ വെള്ളപൂശമെന്ന് എനിക്കറിയില്ല. മേ ബി അതെന്റെ തെറ്റാണെങ്കിൽ നിരുപാധികം ഞാൻ മാധ്യമങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അത് ഇപ്പോഴും പറയുന്നുണ്ട്, അപ്പോഴും പറയുന്നുണ്ട്. അയാൾ തെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാരണം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയാണ് ആക്രമിക്കപ്പെട്ടത്, അവളോടൊപ്പം തന്നെയാണ്. നമ്മൾ വെറുതെ പറയുന്നതല്ല. ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിന് ഏത് വലിയ കൊമ്പത്താണ് അവിടെ ഈ ആക്ഷേപം വരുന്നത് മുൻവിധിയോടുകൂടി. ഇപ്പോൾ അത് പലരും അങ്ങനെ ഒരു ആരോപണം പറയുന്നത് പണം വാങ്ങിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യം കിട്ടാൻ വേണ്ടി മുൻവിധിയോടുകൂടി അങ്ങനെ ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു ആരോപണമാണ് വരുന്നത്. അത് ആരോപിക്കുന്നവർക്ക് ആരോപിക്കാനേ പറ്റുള്ളൂ. ഈ ഒരു വാർത്ത അദ്ദേഹം കണ്ടു കാണുമല്ലോ. ഈ നിമിഷം വരെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാമല്ലോ, ഫോൺ ആർക്ക് വേണോ പരിശോധിക്കാം. അങ്ങനെ ഒരു കോളോ അല്ലെങ്കിൽ ഒരു ബന്ധപ്പെടലോ ഒന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞു, അങ്ങനത്തെ ബന്ധങ്ങളല്ല നമ്മൾ തമ്മിലുള്ളത്. അപ്പൊ എന്റെ ബോധ്യമാണ്, ആ ബോധ്യം തെറ്റാണെങ്കിൽ, അതുപോലെ ഒരുപാട് ബോധ്യമുള്ള ആളുകളുണ്ട്, ആ ബോധ്യം തെറ്റാണെങ്കിൽ നിരുപാധികം പൊതുസമൂഹത്തോട് മാപ്പ് പറയും. മീനു മുനീർ എന്ന് പറയുന്ന ഒരു അഭിനേത്രിയുടെ വെളിപ്പെടുത്തൽ വന്നു. അവർ അന്ന് തന്നെ പറയുന്നുണ്ട് ഈ ഗായത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം പറയുന്നു. ഗായത്രി അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോ ഈ പറയുന്ന താരങ്ങൾ, നടന്മാർ ഇവരെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ കള്ളം പറയുകയാണെന്നാണോ കരുതുന്നത്? ഈ താരങ്ങളെയൊക്കെ ഇപ്പൊ 2009 മുതൽ അറിയാവുന്ന ഒരു ഫേസ്ബുക്ക് പേജും കാര്യങ്ങളും. അദ്ദേഹം തന്നെ പറയുന്നു വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചെന്ന്. അത് ഇന്ത്യയിൽ വാട്സപ്പ് ആപ്പ് വന്നിട്ടില്ല, അമേരിക്കയിലൊക്കെ ആയി വരുന്നതേ ഉള്ളായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കോൺട്രഡിക്ഷൻ അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നു. പറയുന്ന കാര്യങ്ങളിൽ വർഷങ്ങൾ തെറ്റിപ്പോയതാണോ, സുതാര്യതാണോ, MLA-യുടെ പക്ഷവും നമ്മൾ കേൾക്കണമല്ലോ. അപ്പൊ ഇതൊക്കെ വെറുതെ ഒരു ആരോപണമാണോ? പിന്നെ ചില പെണ്ണുങ്ങളായാലും വന്ന് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യം കിടക്കുമല്ലോ. ഈ പറയുന്ന കാര്യങ്ങൾ വൈരുദ്ധ്യം. ചിലവർ ക്രിസ്റ്റൽ ക്ലിയർ, അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അവർ പറയുന്ന കാര്യം ക്ലിയർ ആണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി സംസാരിക്കുന്നതാണോ എന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കി അവിശ്വസിക്കണമെന്നാണോ പറയുന്നത്? അവിശ്വസിക്കണമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ആ സ്ത്രീക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, പിന്നെ എണ്ണം കുറെ കൂടുതൽ പറയുന്നുണ്ട്, ഒരുപാട് പ്രമുഖരുടെ പേര് പറയുന്നുണ്ട്. ഇത്രയും ആളുകളുമായിട്ട് അവർ ഏതൊക്കെ രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. പരാതികൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇവർക്കെതിരെ പരാതി കൊടുത്തു എന്നുള്ളത് ഈ നടിമാരടക്കം നിരവധി പരാതികൾ ഉന്നയിക്കുന്നു. ഹാസ്യ നടന്മാരുണ്ട്, മരിച്ചുപോയ നടന്മാരുണ്ട്. ഇതിലൊക്കെ അന്വേഷണ വിധത്തിൽ പോകുമെന്നത് കാത്തിരുന്ന് കാണണം, അല്ലേ? മറ്റൊരു വാർത്ത, തനിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചവർക്കെതിരെ പോലീസിൽ പരാതി നൽകി ഇടവേള ബാബു. ജുബിദ, മിനു മുനീർ എന്നിവർക്കെതിരെ DGP-ക്കും അന്വേഷണ കമ്മീഷനുമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇമെയിൽ വഴിയാണ് പരാതി അയച്ചിരിക്കുന്നത്. ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഇടവേള ബാബു പറയുന്നു. അതായത് ഇടവേള ബാബുവും മുകേഷ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തന്റെ പൈസ ആഗ്രഹിച്ചാണ് ആരോപണമെന്ന് പറയുന്നത്. പക്ഷേ മുകേഷ് പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ഇടവേള ബാബു ഏറ്റവും ഒടുവിൽ പരാതി നൽകാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പല തലത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കിനി നമ്മുടെ പ്രേക്ഷകരുമായി സംവദിക്കാനുള്ള സമയമാണ്. നേരത്തെ തന്നെ നമ്മൾ ഈ പ്രധാനമായി പറഞ്ഞിരുന്നു, ഈ ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷ അവസരങ്ങൾ നമുക്ക് ന്യൂസ്8 പങ്കുവെക്കാം അല്ലേ? നമ്മുടെ ഒപ്പം ഷീബ പേറ്റുണ്ട്. ഷീബ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എന്താണ് വിശേഷം? ബർത്ത്ഡേ ആയിട്ട് ഒരു അവധി ദിവസം കൂടിയാണ് ഇന്ന്. പക്ഷെ നമ്മളുള്ളത് ഇപ്പൊ കുവൈറ്റിലാണല്ലോ, അപ്പൊ നമുക്കിന്ന് അവിടെ അവധിയില്ല. അവധിയല്ല, നാട്ടിലാണെന്ന് വിചാരിച്ചു. വർക്കിംഗ് ഡേ ആണ്. ഇതിപ്പോ നമ്മുടെ എന്റെ ഹസ്ബൻഡ് ആണ് ഇങ്ങനെ ഒരു സർപ്രൈസ് തന്നത്, രാവിലെ തന്നെ വിളിച്ചിട്ട്. അങ്ങനെ ഇന്ന് ബർത്ത്ഡേ ആണ്. എന്താ വെച്ചാല് നമുക്ക് അവധിയില്ല, എന്നാലും വൈകിട്ടുള്ള സമയത്ത് എന്തെങ്കിലും ചെറിയൊരു സ്പെഷ്യലും മക്കളൊക്കെ ആയിട്ട് എല്ലാം ഫാമിലി ആയിട്ടൊന്ന്. എല്ലാവരും കുവൈറ്റിലാണോ? അതെ 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 അതെ, എല്ലാവരും. എത്ര മക്കളാ? 2 മക്കള്, ഒരു മോനും ഒരു മോളും. എന്ത് ചെയ്യുന്ന? മോൻ ഡിഗ്രിയാണ്, മോള് 9th. ഞാൻ സ്കൂൾ ടീച്ചറാണ്. ഇവിടെ അടുത്തൊരു സ്കൂളില്, ഇന്ത്യൻ സ്കൂളിൽ ഞാൻ ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറാണ്. അപ്പൊ മോള് അവിടെ തന്നെ. മ്യൂസിക് ടീച്ചർ ആകുമ്പോൾ നമുക്കൊരു പാട്ട് കൂടി പാടാം. പാടാം. ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഒരു നല്ലൊരു പാട്ട് കൂടി പാടി അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ. ഞാനൊന്നും ഒരുങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും ഞാനൊരു പാട്ട് പാടാം കേട്ടോ. കുട്ടികളിങ്ങനെ ഇടയ്ക്ക് ചോദിക്കില്ല, ടീച്ചർ ഒരു പാട്ട് പാടുമെന്ന് പറയില്ല, പെട്ടെന്ന് പാടേണ്ടി വരില്ലേ? അതെ അതെ, സ്കൂളിൽ. പക്ഷെ ഇവിടെ മലയാളം പാട്ടുകളൊന്നും ഇല്ലല്ലോ, ഹിന്ദി മലയാളി പാട്ടും കുട്ടികളില്ലേ അങ്ങനെയൊക്കെയാണ്. മലയാള കുട്ടികളുണ്ട്, പക്ഷെ ഇന്ത്യൻ സ്കൂളാണ്. ഇവിടെ മലയാളം യൂസ് ചെയ്യാൻ പാടില്ലല്ലോ സ്കൂളില്. ഓ ശരി ശരി. അപ്പൊ നമ്മുടെ ഹിന്ദിയാണ് കോമൺ ഇതായിട്ട് വരുന്നത്. ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോളൂ. ഹിന്ദിയിൽ നല്ല മനോഹരമായ ഗാനങ്ങളുണ്ടല്ലോ. പാടാം, തീർച്ചയായിട്ടും. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ? ഇവിടെ എന്റെ സ്നേഹഗായകൻ. ഓ രാജഹംസമേ. ഗംഭീരം. മനോഹരമായി ടീച്ചർ, മനോഹരമായിരിക്കും. ഫാമിലി കൂടെ ഉണ്ടോ അതോ ടീച്ചർ വർക്ക് പ്ലേസിലാണോ? ടീച്ചറൊപ്പം ആരുണ്ട്? മോനോ ആരെങ്കിലും ഉണ്ടോ കൂടെ? ഇവിടെ ഇപ്പൊ രാവിലെ 5:25 ആയിട്ടുള്ളൂ. ആരും ഉണർന്നു കാണില്ലേ? നാട്ടിലെവിടെയാ ടീച്ചർ? നാട്ടില് വൈപ്പിനാണ്, എറണാകുളം വൈപ്പിൽ. ഓക്കെ ശരി. എത്ര വർഷമായി കുവൈറ്റില്? ഞങ്ങള് 18 വർഷം കഴിഞ്ഞു. നാട്ടിൽ വരവൊക്കെ ഉണ്ടോ? എല്ലാ വർഷം വരുമോ അതോ? എല്ലാ വർഷം വരില്ല, ഇടയ്ക്ക് ഇങ്ങനെ. ഞങ്ങൾക്കിപ്പോ അവധി ആയിരുന്നല്ലോ, ഇവിടെ വെക്കേഷൻ ആയിരുന്നു, സമ്മറിനാണ് ഇവിടെ വെക്കേഷൻ. അപ്പൊ അത് ഈ പ്രാവശ്യം വരാൻ പറ്റിയില്ല. ഹസ്ബൻഡ് ഇങ്ങനെ ലീവ് കിട്ടണമല്ലോ. എനിക്ക് പിള്ളേർക്കൊക്കെ അവധിയായിരുന്നു, പക്ഷെ വരുമ്പോ ഒരുമിച്ച് വരണമല്ലോ. ശരി. ഏതായാലും ടീച്ചറെ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇങ്ങനെ ഒരു സർപ്രൈസ് ആണ് ശരിക്കും എനിക്ക് ഇന്നത്തെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ഹസ്ബൻഡ് ആട്ടോ എന്റെ പിന്നിലെ ആള്. എല്ലാ സന്തോഷങ്ങളും സന്തോഷമായിരിക്കും. വൈകിട്ട് കേക്കൊക്കെ മുറിച്ച്, നമ്മുടെ നാട്ടിലെ പോലെ സദ്യ ഒന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും കാണില്ല, എങ്കിലും കേക്കൊക്കെ മുറിച്ച് സന്തോഷമായിട്ട് എല്ലാവരും ആഘോഷിക്കും. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പ്രത്യേകിച്ച് താങ്ക് യു പറയാണ്. ഇങ്ങനെ ഒരു സർപ്രൈസും ഇങ്ങനെ ഒരു പ്രത്യേകത ഏതാണെന്ന് തോന്നുന്നു, സ്പെഷ്യൽ ആണ് തോന്നുന്നു അല്ലേ നിങ്ങളുടെ? സ്പെഷ്യലാണ്. ഞങ്ങള് ഞങ്ങൾക്കൊപ്പം തുടരുക, ഞങ്ങളുടെ ചാനലിന്റെ വിശേഷങ്ങൾക്കൊപ്പം തുടരുക. തീർച്ചയായിട്ടും. നന്നായിരിക്കുന്നു. നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാനുള്ള സന്തോഷ ദിനത്തിൽ ന്യൂസ്8 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, 9346975748 അല്ലേ? സ്പെഷ്യൽ ഡേ നെയിം, ഡേറ്റ്, ഫോൺ നമ്പർ ഫോർമാറ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. പിറന്നാൾ, വിവാഹ വാർഷികം, നൂലുകെട്ട് എന്തുവാകട്ടെ, അരങ്ങേറ്റം എന്തുവാകട്ടെ അല്ലേ, എല്ലാം എടുക്കും നമ്മൾ. വിശേഷ അവസരങ്ങൾ എല്ലാം എടുക്കും, ന്യൂസ്8നൊപ്പം ആഘോഷിക്കുകയും ചെയ്യാം. ഇനിയുണ്ട് അതിഥികൾ ചേരാൻ, ഇനിയുണ്ട്. അവരിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഇന്നലത്തെ അമ്മയുടെ ഭരണസമിതി ഒന്നാകെ രാജിവെച്ചത് നമ്മൾ കണ്ടു. ഈ രാജിയുമായി ബന്ധപ്പെട്ട് ഭിന്നത എന്നുള്ളതാണ് അമ്മയിൽ. കാരണം ഇന്നലെ അത് വ്യക്തമായിരുന്നു. കാരണം ഈ രാജിയെ തുടർന്ന് പല താരങ്ങളും അഭിപ്രായം പ്രകടിപ്പിച്ചത് എന്തിനിങ്ങനെ ഒരു കൂട്ടരാജി എന്ന കാര്യത്തിലാണ്. അമ്മയെ അനാഥമാക്കി, തങ്ങളെയൊക്കെ ഒരു നേതൃനിരയില്ലാതെ തങ്ങളെ വല്ലാത്ത തരത്തിൽ അനാഥരാക്കി മുതിർന്ന താരങ്ങളടക്കം തീരുമാനമെടുത്തതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം വിനു മോഹനും അനന്യയും ടൊവിനോയും സരയുവും ഇതിൽ എതിർപ്പ് അറിയിച്ചു എന്നാണ്. തങ്ങളെ ആലോചിച്ചില്ല, തങ്ങളായിട്ട് രാജിവെച്ചിട്ടില്ല, തങ്ങളോട് ഈ രാജിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട തീരുമാനം ഒന്നിച്ചല്ല എന്നാണിപ്പോൾ ഇവരുടെ ഒരു വിലയിരുത്തൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്മയിലെ കൂട്ടരാജിയിൽ ഇപ്പോൾ ഭിന്നത വന്നിരിക്കുന്നു. 4 പേർ ഇതുമായി ബന്ധപ്പെട്ട് വിമുഖത പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരികയാണ്. ഈ ആരോപണ വിധേയരായവർ മാത്രം മാറി നിന്നാൽ മതി എന്നൊരു അഭിപ്രായം ഇന്നലെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനിടയിലാണ് ഈ ഒരു കൂട്ടരാജിയുടെ വാർത്ത വരുന്നത്. അതെ, ആരോപണ വിധേയരായ സിദ്ദിഖും ഈ പറഞ്ഞ പോലെ ബാബുരാജുണ്ട്, സിദ്ദിഖുണ്ട്, മുകേഷ് സംഘടനാ ചുമതല ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് അല്ലേ? നവമി വിവരങ്ങൾ പങ്കുവെക്കുക. നവമി, ഈ പല താരങ്ങളും മമ്മൂട്ടി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു കൂട്ടരാജിയിലേക്ക് അല്ലെ പോയത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. എല്ലാവരോടും ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണോ പരാതി? രഞ്ജിത്ത്, അതിനർത്ഥം യുവതാരങ്ങൾക്ക് ഈ ഒരു നിലപാടിനോട് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ മുതിർന്ന താരങ്ങളായ, അതായത് മോഹൻലാലിന്റെ അടക്കം ചില താരങ്ങളുടെ മാത്രം നിർബന്ധത്തിൽ വഴങ്ങിയാണ് ഈ യുവതാരങ്ങളും രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഇവർ പറയുന്നത് ചില ആളുകൾ മാത്രം ചെയ്ത തെറ്റിന് അമ്മ സംഘടന ഒന്നടങ്കം പഴികേൽക്കേണ്ട ആവശ്യമില്ല. അവർ ആ ഒരു രാജി അല്ലെങ്കിൽ ഇവരുടെ ആരോപണ വിധേയരായവർക്കെതിരെയുള്ള നടപടി, അവർക്കെതിരെയുള്ള നിലപാട് ശക്തമായി തീരുമാനിച്ചാൽ പോരെ, ഒരു കമ്മിറ്റി അടങ്കം രാജിവെക്കേണ്ട, ഒരു കമ്മിറ്റി പിരിച്ചുവിട്ട് കൂട്ടരാജിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടോ എന്നൊരു സാഹചര്യമാണ്, എന്നൊരു കാര്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിൽ, അതായത് യുവതാരങ്ങൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത വിയോജിപ്പുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സംഘടനയിൽ തന്നെ ആളുകൾ ഈ മുതിർന്ന താരങ്ങൾ അവർക്ക് മാത്രമാണ് ഈ ഒരു കൂട്ടരാജി, അല്ലെങ്കിൽ അവർ മാത്രമാണ് ഈ ഒരു കൂട്ടരാജിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഈ തീരുമാനത്തിന് മുൻപന്തിയിൽ നിന്നത് യുവതാരങ്ങൾക്ക് ഇതിൽ കടുത്ത വിയോജിപ്പ് തന്നെയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നവമി. കാരണം ഈ ആരോപണ വിധേയരായവരുണ്ട്, നേതൃതലത്തിലുള്ളവർ തന്നെയുണ്ട്. അവരുടെ മൊത്തം ബാധ്യത തങ്ങളുടെ തലയിലേക്ക് കൂടി കെട്ടിവെക്കപ്പെടുകയാണ്. അതായത് അമ്മ എന്ന 500 അംഗങ്ങളുള്ള ഒരു ട്രസ്റ്റ്, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന രീതിയിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടന, അവരുടെ മുഴുവൻ അംഗങ്ങൾക്കും ഈ 1, 2, 3, 4 പേർ ചെയ്ത തെറ്റിന്റെ ബാധ്യത വഹിക്കണമെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ എതിർപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം നമ്മൾ തുടക്കം മുതൽ ഈ ഒരു കൂട്ടരാജ്യ വാർത്ത കേട്ടതിന് ശേഷം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു തീരുമാനം അമ്മ സംഘടന എടുത്തത് ശരിയാണോ? ഇത് ഈ പറയുന്നത് പോലെ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായി തോന്നുന്നില്ലേ? കാരണം ഈ ആരോപണ വിധേയർക്കെതിരെ എന്ത് നിലപാടെടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഈ കുറ്റവിമുക്തരായി വരുന്നത് വരെ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണം, അവരെ ഏത് രീതിയിലാണ് അമ്മ സംഘടന പിന്തുണയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും തള്ളുന്നതാണോ, അത്തരത്തിലുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാട് പ്രഖ്യാപനങ്ങളോ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനത്തിൽ വലിയൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് പൊതുസമൂഹം അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കം ഒരു സംശയം ഉന്നയിച്ചു. അതുപോലെ തന്നെയാണ് അതിലുണ്ടായിരുന്ന 4 യുവതാരങ്ങളും പറയുന്നത്. അവർ പറയുന്നത് ചില ആളുകൾ ചെയ്ത തെറ്റിന് അമ്മ സംഘടന ഒന്നടങ്കം അതിൽ പഴികേൽക്കേണ്ട ആവശ്യമില്ല. അവർക്കെതിരെയുള്ള നിലപാട് അത് ഏത് രീതിയിലാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറി അടക്കം തിരഞ്ഞെടുത്താൽ പോരായിരുന്നോ, അതോ ഈ കമ്മിറ്റി ഒന്നടങ്കം പിരിച്ചുവിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ള നിലപാട് ഇവർ തുടക്കത്തിലെടുത്തു. പിന്നീട് ചില മുതിർന്ന താരങ്ങൾ അനുനയിപ്പിച്ചതിന് പിന്നാലെയാണ്, അതിന് വഴങ്ങിക്കൊണ്ടാണ് ഇവർ 4 പേരും
പിന്നീട് രാജിവെക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് യുവതാരങ്ങൾക്ക് ഈ മുതിർന്ന താരങ്ങളുടെ തീരുമാനത്തോട് യോജിപ്പുണ്ടായിരുന്നില്ല. മോഹൻലാലിന്റെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒക്കെ നിർദ്ദേശത്തെ തുടർന്ന് മാത്രമാണ് അവരും ഇതിലേക്ക് വഴങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ കൂടുതൽ സ്ത്രീ അംഗങ്ങൾ വരണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടല്ലോ നോമി, അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? എന്തായാലും ഈ കമ്മിറ്റി അടക്കം പിരിച്ചുവിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 2 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് വേണം എന്നാണ് പറയുന്നത്. 2 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വരണം എന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിനെ പോലെ അല്ലെങ്കിൽ ജഗദീഷിനെ പോലെ ഏതെങ്കിലും യുവതാരങ്ങളോ അല്ലെങ്കിൽ നിലപാട് കൃത്യമായി പറയുന്ന ഒരു താരമോ അങ്ങനെ ആരെങ്കിലും വന്നാൽ മതി എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലടക്കം കൂടുതൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ സിനിമ സെറ്റുകളിലെ സ്ത്രീകളുടെ സുരക്ഷയടക്കം അല്ലെങ്കിൽ അങ്ങനെ അവഗണന നേരിടുന്ന സ്ത്രീകൾക്ക് കൂടുതൽ പരാതിയുമായി രംഗത്തെത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ഈ അമ്മ സംഘടനയിലെ തലപ്പത്ത് കൂടുതൽ സ്ത്രീകൾ തന്നെ വരണം എന്നൊരു നിലപാട് കൂടി ഈ അംഗങ്ങൾക്ക് ഇടയിലുണ്ട്. അതുകൂടി പരിഗണിച്ചായിരിക്കും ഇനിയുള്ള തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ഉള്ള ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി അടക്കം രൂപീകരിക്കാം. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അടക്കം കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ സംഘടനയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയെ തന്നെ നിയോഗിക്കണം എന്നുകൂടി മറ്റംഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും 2 മാസത്തിനുള്ളിൽ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകും. അത് അമ്മ എന്ന സംഘടനയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും. അവർക്ക് ഇനി സംഘത്തിന്റെ തലപ്പത്ത് വരുന്നവർ കുറച്ചുകൂടി സ്ത്രീ പ്രാതിനിധ്യം കൂടി ഉൾപ്പെടുത്തി വിവാദങ്ങൾ ഉണ്ടായാൽ പോലും അവർക്ക് അത് കൃത്യമായി പരിഹരിക്കപ്പെടാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ആളുകളെ തന്നെയായിരിക്കും ഇനി നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു തീരുമാനത്തിനും കൂടി എത്തി നിൽക്കുന്നുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും അമ്മയിൽ വലിയ ഭിന്നത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 4 യുവ നടന്മാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഭരണസമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള 4 യുവ നടന്മാർ, 2 നടന്മാരും 2 നടിമാരും. അവർ ടൊബീനോ ഉണ്ട്, അതിൽ അനന്യ ഉണ്ട്, ബിനു മോഹൻ ഉണ്ട്, സരയുണ്ട്. ഇവർക്ക് വിയോജിപ്പുണ്ട്. കാരണം ഇവരോട് ആലോചിക്കാതെയാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക്, ഒരു കൂട്ടരാജിയിലേക്ക് അമ്മ സംഘടന പോയത്. അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു വിലയിരുത്തലുണ്ട്. കാരണം എന്തിന് ഇത്ര എല്ലാവരുടെയും ഈ വിഴുപ്പ് അമ്മ മൊത്തത്തെ ചുമക്കണമെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് സ്വാഭാവികമായും ചർച്ചയാകുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് നേരത്തെ നമുക്കറിയാം കൃഷ്ണന്തു, നമ്മുടെ ഈ യുവനടന്മാർക്ക് ഇവരുടെ പല തീരുമാനങ്ങളിലും മുതിർന്ന നടന്മാർ തീരുമാനങ്ങൾ നേരത്തെ എതിർപ്പുണ്ട്. ഇപ്പോൾ ദിലീപിനെ പുറത്താക്കുന്ന വിഷയത്തിലും യുവനടന്മാർ ഒരുമിച്ച് നിന്ന് മമ്മൂട്ടിയെ പോയി കണ്ട് സംസാരിച്ചാണ് ദിലീപിനെ അന്ന് പുറത്താക്കുന്നത് അമ്മയിൽ നിന്ന് എന്നുകൂടി ചേർത്ത് വായിക്കണം. അപ്പോൾ ദിലീപിനെ പലപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാനുള്ള വല്ലാത്ത ശ്രമം അമ്മയുടെ ഭാഗത്തുണ്ടായിരുന്നു. അമ്മയിൽ അത്രത്തോളം ശക്തനായിരുന്നു ദിലീപ്. പക്ഷെ ദിലീപിനെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തതിന് പിറകിൽ യുവനടന്മാരുടെ ഒരു നിശ്ചയദാർഢ്യം തന്നെ ആയിരുന്നു. സമാനമായി തന്നെ ഈ പുതിയ വിഷയത്തിലും 2 വിഭാഗമായി ഇവർ മാറുന്നു എന്നുള്ളതാണ്. യുവനടന്മാർ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരുപക്ഷെ ഇവർ തന്നെ നേതൃത്വം ഏറ്റെടുക്കണം എന്ന നിലപാടിലേക്ക് കൂടി കാര്യങ്ങളെത്തിയ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകണം അല്ലേ കൃഷ്ണന്തു? മറ്റ് ഷിരൂരിലെ അർജുന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് പോകണം. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കാണും. കൂടിക്കാഴ്ചയ്ക്കായി കുടുംബം ബംഗളൂരുവിൽ എത്തി. MK രാഘവൻ MP, AKM അഷ്റഫ് MLA എന്നിവരും കുടുംബാംഗങ്ങൾക്കൊപ്പം DK ശിവകുമാറിനെ കാണും. തെരച്ചിലിനായി ഗോവയിൽ നിന്നുള്ള ഡ്രെഡ്ജർ എത്തിക്കുന്നത് വേഗത്തിലാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. KV ബൈജു ചേരുന്നു. ബൈജു, കുടുംബം ഏതായാലും 9:30 മണിക്ക് മാധ്യമങ്ങളെ കാണും കർണാടകയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. തെരച്ചിൽ ഏതാണ്ടൊന്ന് ഇല്ലാതായ സാഹചര്യമാണ്, ഒന്ന് തടസ്സപ്പെട്ട് നിൽക്കുന്ന പശ്ചാത്തലമാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, നമുക്കറിയാം. പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കുടുംബത്തിന് സ്വാഭാവികമായും സർക്കാരിനെ ബോധ്യപ്പെടുത്താനുള്ള അവരുടെ ആശങ്കകൾ കാണുമല്ലോ. തീർച്ചയായും രഞ്ജിത്തെ, നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത്. കാരണം അർജുൻ ഉൾപ്പെടെ 3 പേരെ ഇത്തരത്തിൽ ഗംഗാവലി പുഴയിൽ കാണാതായിട്ട് 1.5 മാസമാകുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്.
ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ വൈകിട്ട് 4 മണിക്കാണ് കൂടിക്കാഴ്ചയെങ്കിലും 10 മണിയോടുകൂടി തന്നെ കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ കുടുംബം അല്പസമയം മുമ്പ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ വെച്ച് പുലർത്തിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കുക, അത് വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ തിരച്ചിൽ നടത്തുക എന്നത് തന്നെയാണ്. ഈ ആവശ്യം ഈ കുടുംബം DK ശിവകുമാറുമായി സംസാരിക്കും. എന്തായാലും ഹൈക്കോടതിയിൽ കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് നേരത്തെ തന്നെ കർണാടക ബൈജു, ഇപ്പോൾ ജിതിനുണ്ട് ടെലിഫോൺ ലൈനിൽ, അർജുന്റെ സഹോദരി ഭർത്താവ്. ജിതിൻ, ഒരുപാട് പ്രതിസന്ധികളുണ്ട് നമുക്കറിയാം. ഇനി എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലൊക്കെ ഒരു ആശയക്കുഴപ്പമോ അവ്യക്തതയും ഒക്കെ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് കർണാടക സർക്കാരിനോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു അവ്യക്തത നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവ്യക്തത മാറ്റി ഡ്രഡ്ജർ എത്തിച്ചിട്ട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് തന്നെയാണ് കുടുംബം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുക. ഇപ്പോ ഇവിടെ കർണാടക അവിടെ ഉണ്ട് അല്ലേ? എപ്പോഴത്തേക്കാണ് സമയം കിട്ടിയിരിക്കുന്നത് കാണാൻ? വൈകുന്നേരം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കറക്റ്റ് സമയം ഇവിടെ മഞ്ചേശ്വരം MLA ഉണ്ട്, രാഘവേട്ടൻ ഉണ്ട്, കോഴിക്കോട് MP, അവരറിയിക്കുമെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാട് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി ശരി ജിതിൻ. ബൈജു, തുടരാം. തീർച്ചയായും അത് തന്നെയാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയ കാര്യം തന്നെയാണ്. ഈ കാര്യത്തിൽ ഒരു പ്രതീക്ഷ, അവസാനവട്ട തെരച്ചിൽ എന്നാണ് കർണാടക സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് ഉണ്ടാകണമെന്ന ഒരു അഭ്യർത്ഥനയാണ് കുടുംബം ഇന്ന് DK ശിവകുമാറുമായി സംസാരിക്കുക. ഏതായാലും നേവിയുടെ പരിശോധനയിൽ തിരച്ചിലിന് അനുകൂലമായ കാലാവസ്ഥയെന്ന് ഏതായാലും റിപ്പോർട്ടുണ്ട്. അത് മാത്രമല്ല, പുഴയുടെ അടിയൊഴുക്ക് ഇന്ന് 3 നോട്ട്സിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാണ്. അത് ഏതായാലും ഏതെങ്കിലും തരത്തിൽ ഈ തെരച്ചിലിന് തടസ്സമുണ്ടാകില്ല. ഏതായാലും ടഗ് ബോട്ട് ഉപയോഗിച്ച് ഈ ഡ്രഡ്ജർ വെച്ച് ഇത്തരത്തിൽ 45 മീറ്റർ വരെ താഴ്ചയിൽ ഉള്ള വസ്തുക്കൾ ഇത്തരത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഏർപ്പെടുത്തുന്നത്. ഏകദേശം 1 കോടിയോളം രൂപ ചെലവാണ് ഇതിന് വരുന്നത്. ആ ചെലവ് കർണാടക സർക്കാർ വഹിക്കാമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഇനി ഏറ്റവും പ്രധാനം ഈ തിരച്ചിൽ എന്ന് ആരംഭിക്കും, അത് ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകുമോ? ഏതായാലും കുടുംബം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ജിതിൻ പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു അവ്യക്തത നീക്കുക, ഇതിൽ തിരച്ചിൽ വളരെ പെട്ടെന്ന് പുനരാരംഭിക്കുക. കാരണം ഇപ്പോൾ തന്നെ ദിവസം വൈകിയിരിക്കുന്നു, 1.5 മാസത്തോളമായിരിക്കുന്നു. ലോറി കണ്ടെത്തുക, അതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം നേവിയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലും ഈ ലോറിയുടെ സ്ഥാനം നേരത്തെ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതിൽ ഏതെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന ഒരു പരിശോധന നടത്തി. പക്ഷേ ആ ലോറി കൃത്യമായി സോണാർ പരിശോധനയിലും അവിടെ തന്നെ കാണാൻ സാധിച്ചു. പക്ഷേ അതിന് മുകളിൽ മരങ്ങളും കൂറ്റൻ പാറകളും ഒക്കെ ഉണ്ട്, അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഡ്രഡ്ജർ എത്തിയാൽ 1-2 ദിവസത്തിനകം തന്നെ ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഈ ദൗത്യ സംഘങ്ങൾക്കുണ്ട്. ഏതായാലും ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ളവർ ഈ തെരച്ചിലിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് നിർണായക കൂടിക്കാഴ്ച എന്ന് പറയേണ്ടി വരും. ഈ തെരച്ചിൽ എന്ന് പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് വൈകിട്ടോടുകൂടി ആ പ്രഖ്യാപനം ഉണ്ടാകുമോ? അതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും കുടുംബം വലിയ പ്രതീക്ഷയോടെയാണ് ബംഗളൂരുവിൽ എത്തിയിട്ടുള്ളത്. DK ശിവകുമാറിനെ കാണും, അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ സംസാരിക്കും. KM അഷ്റഫ് MLA, അതുപോലെ തന്നെ MK രാഘവൻ MP ഒക്കെ ഇവരുടെ കുടുംബത്തോടൊപ്പം അവരോടൊപ്പം നേരത്തെയൊക്കെ ഉണ്ടായിരുന്നതാണ് ചേർത്ത് പിടിക്കാൻ. അവരും ഇന്ന് ഏതായാലും ഉണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. എന്താണ് ഇന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കുന്നത്, എന്താണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്, അത് ഏറ്റവും പ്രധാനമാണ്. ഈ തെരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി അവസാന പ്രതീക്ഷയാണ് അർജുനെ അവസാനമായി ഏതെങ്കിലും തരത്തിൽ ഒരു നോക്ക് കാണാനോ അതല്ല അർജുനെ എങ്ങനെയെങ്കിലും കണ്ടെത്തുമോ ഏതെങ്കിലും എന്ന രീതിയിലുള്ള ഒരു ആഗ്രഹമാണ് കുടുംബം പറയുന്നത്. ഏതായാലും ആ ഒരു പ്രതീക്ഷ അത് ഇന്ന് ഈ കർണാടക സർക്കാരിന്റെ തീരുമാനത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ശനിയാഴ്ചയോ അതല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഈ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നതും. തീർച്ചയായും ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്, അത് മാറ്റുക എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ ലക്ഷ്യം. ഇനി ദേശീയ വാർത്തകളുമായി ER രാഗേഷ് എന്നോടൊപ്പം ചേരുകയാണ്. കൃഷ്ണേന്ദു എനിക്കിപ്പം ഉണ്ടായിരുന്നു. കൃഷ്ണേന്ദു ഇപ്പോൾ ഇന്റർനാഷണൽ വാർത്തകൾ അത് ശേഖരിക്കാനായി ഡെസ്കിലേക്ക് പോയിട്ടുണ്ട്. ER കൊൽക്കത്തയാണല്ലേ പ്രധാനം? ബംഗാളിലെ വിഷയം 12 മണിക്കൂർ ബന്ദ് തുടങ്ങി. തന്നെ രാജ്യസഭയിൽ NDA ഭൂരിപക്ഷത്തിലേക്ക് വന്നു എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട വാർത്ത. വിശദമായി നോക്കാം. ബംഗാളിൽ ഏതായാലും 12 മണിക്കൂർ ബന്ദാണ് ഇന്ന് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് ബന്ദ് തുടങ്ങി. കാരണം ഇന്നലെ മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് വലിയ രീതിയിൽ അക്രമാസക്തമായിരുന്നു. സമരക്കാരെ, പ്രതിഷേധക്കാരെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരുന്നു കൂടുതൽ പ്രതിഷേധ രംഗത്തുണ്ടായിരുന്നത്. അവരെയൊക്കെ തന്നെ പോലീസ് ലാത്തിചാർജ് ഉപയോഗിച്ചുകൊണ്ട് നേരിട്ടു. ഒപ്പം ലാത്തിചാർജ് നടത്തി. ഇതിന് പുറമെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് കൊൽക്കത്ത നഗരം വലിയ രീതിയിലുള്ള സംഘർഷത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. ഏതായാലും ഇന്ന് ഇപ്പോൾ BJPയുടെ
ബന്ദാണ്. അതായത് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഒപ്പം അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ 12 മണിക്കൂർ ബന്ദ് ആരംഭിച്ചിരിക്കുന്നത്. അതായത് 220 പേരാണ് ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇന്നലത്തെ അക്രമ സംഭവങ്ങളുമായി പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിൽ BJP പ്രവർത്തകരുമുണ്ട്. ഇതാണ് ഇന്നിപ്പോൾ വലിയ ആയുധമാക്കുന്നത് BJP. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് പലയിടത്തും വാഹനങ്ങൾ BJP പ്രവർത്തകർ തടഞ്ഞിട്ടുണ്ട്. ഹൂഗ്ലിയിൽ ട്രെയിൻ തടഞ്ഞു. പ്രത്യേകിച്ച് ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ബന്ദ് വിജയിപ്പിക്കാനുള്ള പരിപാടികൾ BJP ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മറുവശത്ത് സർക്കാർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയ കാര്യം ബന്ദിനോട് ഒരു തരത്തിലും യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ദിവസം പോലെ ഇന്നും കടന്നു പോകുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പല നേതാക്കളും ഇന്നലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു. അതായത് സ്കൂളുകൾ പ്രവർത്തിക്കും, സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കും, വാഹനങ്ങളോടും. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിലായിരിക്കും കാര്യങ്ങൾ. സർക്കാർ അവർക്കൊപ്പം ഉണ്ട് എന്നൊരു പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും തൃണമൂലിൻ്റെ ഭാഗത്തുനിന്നും വന്നിരുന്നു. പല നേതാക്കളും അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് അല്പസമയത്തകം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കൊൽക്കത്ത നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പ്രതിഷേധ പ്രകടനം നടത്താൻ BJP ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബംഗാളിൽ നിന്ന് ദേശീയ തലത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നലെ 12 ഒഴിവന്ന 12 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ 12 ഇടങ്ങളിലും എതിരില്ലാതെയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വിജയിച്ചത്. അതിൽ 11 പേരെയും വിജയിപ്പിക്കാൻ NDAക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് 9 BJPയും 2 സഖ്യകക്ഷികളും ഉൾപ്പെടെ 11 പേരെ BJPക്ക് വിജയിച്ചു. തെലങ്കാനയിൽ മനു അഭിഷേക് സിംഗ്വി ആണ് കോൺഗ്രസിൽ നിന്ന് വിജയിച്ചത്. ഈ 11 അംഗബലം 11 വർദ്ധിച്ചതോടുകൂടി NDA രാജ്യസഭയിൽ 119 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാജ്യസഭയുടെ അംഗബലം 245, പക്ഷേ നിലവിലെ അംഗബലം 237. അതായത് 8 സീറ്റുകളുടെ ഒഴിവുണ്ട്. അപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് രാജ്യസഭയിൽ NDAക്ക് ഭൂരിപക്ഷത്തിലെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി NDA ഭൂരിപക്ഷത്തിലെത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. BJP 96 സീറ്റ് BJPക്ക് രാജ്യസഭയിലുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് പല ബില്ലുകളും പാസ്സാക്കിയെടുക്കാൻ രാജ്യസഭയിൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ BJPക്ക് ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് ബിജു ജനതാദൾ, ഒപ്പം തന്നെ YSR കോൺഗ്രസ്, AIDMK തുടങ്ങിയ കക്ഷികളാണ് പലപ്പോഴായി പിന്തുണച്ചു പോന്നിരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യത്തിലേക്ക് വരുന്നില്ല. NDAക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത്, അതായത് മറ്റൊന്ന് ഈ നമ്മുടെ ജോർജ് കുര്യനും മധ്യപ്രദേശിൽ നിന്ന് വിജയിച്ചു. ജോർജ് കുര്യൻ മാത്രമല്ല, കേന്ദ്രമന്ത്രിസഭയിലുള്ള രവണീത് സിംഗ് ബിട്ടു, അദ്ദേഹം ഇത്തവണ മത്സരിച്ചിരുന്നു. പഞ്ചാബിൽ നിന്ന്, ലുധിയാനയിൽ നിന്ന് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ രാജസ്ഥാനിൽ നിന്ന് ബിട്ടുവും ഇപ്പോൾ രാജ്യസഭയിൽ എത്തിയിരിക്കുകയാണ്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ നാഷണൽ ലെവലിൽ അല്ലേ. മറ്റു വാർത്തകൾക്കായി വരാം. ശരി, തീർച്ചയായിട്ടും. കൃഷ്ണേന്ദു അല്പസമയത്തിനകം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയനാട്ടിൽ കേന്ദ്ര സംഘം തുടരുന്നു, കേന്ദ്ര സംഘത്തിൻ്റെ തെരച്ചിലും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അതാണ് വയനാട്ടിലെ ഇന്നത്തെ ഒരു അപ്ഡേറ്റ്. വിനേഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, കേന്ദ്ര സംഘം വയനാട്ടിലുണ്ട്. എന്താണ് അവരുടെ ഇന്നലെ നമ്മൾ മനസ്സിലാക്കുന്നത്? കൂടുതൽ കേന്ദ്ര സഹായത്തിനായുള്ള ഒരു അഭ്യർത്ഥന കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് സഹായത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, കേന്ദ്ര സംഘം ഇപ്പോൾ 3ാമത്തെ ദിവസവും വയനാട്ടിൽ തുടരുകയാണ്. 31 വരെ ഇവിടെ കേന്ദ്ര സംഘം ഉണ്ടാവും. ദുരന്തബാധിത പ്രദേശങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ദുരന്തബാധിതരായ ആളുകളെ കാണാനും അവരുടെ ഒരു ജീവൽ പ്രശ്നങ്ങളും ഒപ്പം തന്നെ അവരുടെ ജീവിതോപാധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ 31 വരെ ഇവിടെ വയനാട്ടിലുണ്ടാവും. 31 ശേഷം ഡൽഹിയിലേക്ക് തിരിക്കും. അവിടെ നിന്നായിരിക്കും വളരെ സമഗ്രമായ ഒരു റിപ്പോർട്ട് കേന്ദ്ര സംഘം കൈമാറുക. 17 വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണുള്ളത്, അവരുടെ പ്രതിനിധികളാണുള്ളത്. ഇവിടെ നിന്നുള്ള, അതായത് ഇവിടെ രൂപീകരിച്ചിരിക്കുന്ന ദുരന്ത നിവാരണ വിഭാഗമുണ്ട്, അവരും ഇവരെ സഹായിക്കുന്നുണ്ട്, അതായത് കേന്ദ്ര സംഘത്തെ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ ചൂരൽമല ഭാഗങ്ങളിൽ ഈ കേന്ദ്ര സംഘം സന്ദർശനം നടത്തി. അവിടുന്ന് കൃത്യമായ പഠനം തന്നെ നടത്തുന്നുണ്ട്. കാരണം ഈ ആളുകളുടെ പുനരധിവാസത്തിനൊക്കെ വലിയ ഫണ്ട് ആവശ്യമാണ്. സംസ്ഥാന സർക്കാർ അത് തന്നെയാണ് 2000 കോടി രൂപയുടെ ഒരു പാക്കേജാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. അത് നടപ്പാക്കി അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കേരളത്തിന്
ഉണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ധനസഹായം ലഭിക്കണമെങ്കിൽ കേന്ദ്ര സംഘം കനിയണം. കേന്ദ്ര സംഘത്തിന് ഈ വലിയ ഒരു മഹാദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും സഹായം ലഭ്യമാവുക. ഒപ്പം തന്നെ തെരച്ചിൽ അനുകൂല കാലാവസ്ഥയാണെങ്കിൽ മാത്രമാണ് തെരച്ചിൽ ഉണ്ടാകുന്നത്. തെരച്ചിൽ ഇപ്പോൾ ഈ മഴയുണ്ട് സ്ഥലത്ത്, ഈ പ്രദേശത്ത് മഴയും അതുപോലെ തന്നെ മഞ്ഞും കോടയും എല്ലാം തന്നെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ തെരയാനുള്ള സാധ്യത ഇന്ന് കുറവാണ്. തെരച്ചിൽ തുടങ്ങുകയാണെങ്കിൽ 9 മണിയോടുകൂടി തന്നെ തെരച്ചിൽ ആരംഭിക്കും. പക്ഷേ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ ഒരു പക്ഷേ തെരച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. തിരച്ചിൽ നിർത്തിയിട്ടില്ല, ഭാഗികമായി തെരച്ചിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ, അതായത് ചില സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തണം എന്ന് ജനങ്ങൾ, അതായത് ആ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് തെരച്ചിലുള്ളത്. ഇങ്ങനെ തെരച്ചിൽ നടത്തിയപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ശരീരാവശിഷ്ടങ്ങൾ, അതായത് ചില അസ്ഥിക്കൂടങ്ങളും മറ്റും ലഭിച്ചിരുന്നു. ഇത് മനുഷ്യന്റേതാണോ മൃഗങ്ങളുടേതാണോ എന്നുള്ളൊരു പരിശോധന നടത്തിയപ്പോൾ മനുഷ്യരുടേതാണെന്ന് കണ്ടെത്തുകയും ചെയ്തതാണ്. ഇങ്ങനെ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ചൂരൽമലയിലോ മുണ്ടക്കയിലോ പ്രധാന ഈ ഉരുൾപൊട്ടി ഇറങ്ങിയ സ്ഥലങ്ങളിലല്ല, മറ്റുള്ള സ്ഥലങ്ങൾ, നിലമ്പൂർ കാടുകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ചാലിയാറിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും നിന്നുമാണ് ഇത്തരത്തിലുള്ള ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. അതെന്തായാലും ഇതിന്റെ തെരച്ചിൽ ഭാഗികമായി ആണെങ്കിൽ പോലും തുടരും എന്ന് തന്നെയാണ് മന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. രഞ്ജിത്ത്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മളിനിയിപ്പോൾ ഓണം ഇങ്ങെത്തി, ഓണത്തിന്റെ ഒരുക്കങ്ങളാണ് എല്ലായിടത്തും. ഇത്തവണ വയനാട് ദുരന്തവുമായൊക്കെ ബന്ധപ്പെട്ട് ഓണാഘോഷം കാര്യമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ പലയിടത്തുമുണ്ട്. നമുക്ക് വിനോദസഞ്ചാരികൾക്ക് നയനമനോഹരമായ കാഴ്ചയൊരുക്കിയിരിക്കുകയാണ് തൊടുപുഴയിലെ ഒളമറ്റം ഉറവപ്പാറ മലനിരകളിലുള്ള പൂപ്പാടം. ഉറവപ്പാറയ്ക്ക് മുകളിലെ പത്മ വില്ലേജിലാണ് ഈ പൂപ്പാടം. ഓണപ്പൂക്കളം ഒരുക്കുന്നതിനായി നട്ടുവളർത്തിയിട്ടുള്ള പൂപ്പാടം സഞ്ചാരികളെയും ആകർഷിക്കുകയാണ്. തൊടുപുഴ ഉറവപ്പാറ മലമുകളിലെ 40 സെന്റ് സ്ഥലത്ത് 2000-ഓളം ബന്ദിപ്പൂക്കളാണ് ഇത്തവണ വിരിഞ്ഞിരിക്കുന്നത്. മഞ്ഞയും ഓറഞ്ച് നിറവും ഇടകലർന്ന് വിരിഞ്ഞിരിക്കുന്ന പൂപ്പാടം കാണാനായി നിരവധി ആളുകൾ ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. ഉയരം കുറഞ്ഞ ഹൈബ്രിഡ് ഇനമാണ് ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്നത്. എൻ്റെ പേര് അനൂപ് TP എന്നാണ്. ഞാൻ ഇവിടെ പത്മ വില്ലേജ് എന്ന് പറയുന്നൊരു ഫാം റിസോർട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത സമയത്ത് ഇവിടെ ഈ പാറ പൊടിഞ്ഞുള്ള മണ്ണ് കാണുകയും അത് ഇങ്ങനെയുള്ള പൂക്കൃഷികൾക്ക് അനുയോജ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ശേഷം ഞാൻ പാലായിൽ നിന്നും 12,000-ഓളം ബന്ദിപ്പൂക്കളിൻ്റെ വിത്തുകൾ മേടിച്ച് ട്രെയിൽ പാകി ഇവിടെ കൃഷിയാണ് ഉണ്ടായത്. അപ്പം ഈ വർഷം നല്ല വിളവ് കിട്ടുകയും ഒത്തിരി ആളുകൾ ഇത് കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ വരികയും ചെയ്യുകയുണ്ടായി. തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം റൂട്ടിൽ 4 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഉറവപ്പാറ മലനിരയുടെ താഴ്വാരത്തെത്താം. ഇവിടെ നിന്നും പാറമുകളിലെ പത്മ വില്ലേജിലെത്തിയാൽ ഏവർക്കും നയനമനോഹരമായ കാഴ്ചയാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യമേ വിത്ത് മേടിച്ച് ട്രെയിൽ ഒരു 20 ദിവസത്തോളം പാകി മുളപ്പിച്ച് അതിനൊരു 3-4 ഇലകളൊക്കെ ആയ ശേഷം നമ്മളത് ഇവിടെ നില ഒരുക്കിയിട്ട് അങ്ങോട്ട് പറിച്ച് മാറ്റി നടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ ചാണകവും പിന്നെ ഈ ചകിരിയുടെ ഇതൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് കുഴിയിൽ വയ്ക്കുമ്പോൾ സമയത്ത് ഇടുന്നത്. തൊടുപുഴ നഗരത്തിന്റെ വിദൂര ദൃശ്യവും ഈ മലമുകളിൽ നിന്ന് ആസ്വദിക്കുവാൻ സാധിക്കും. പാറയ്ക്ക് മുകളിലെ ഒളമറ്റം ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ചരിത്രപ്രസിദ്ധമാണ്. വിനോദത്തിനായും ദർശനത്തിനായും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇനി ഡെസ്റ്റിനേഷൻ ടൂറിസത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ കൂടിയാണ് പത്മ വില്ലേജ്. ന്യൂസ് 18 തൊടുപുഴ. തൊടുപുഴയിലെ മനോഹരമായ കാഴ്ചയാണ്. ഓണത്തിന് വേണ്ടി തയ്യാറാക്കിയ പൂക്കളാണ്, പക്ഷേ വിനോദസഞ്ചാരികളെയും ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. നമുക്ക് ഇനി ചില ബർത്ത്ഡേ വിശേഷങ്ങളിലേക്ക് പോകാം. കൃഷ്ണന്തു.
ശ്രീലക്ഷ്മി പ്രിയൻ. ശ്രീലക്ഷ്മി ഹാപ്പി ബർത്ത്ഡേ. ശ്രീലക്ഷ്മിയോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ മോളുടെ ആ സൂം അവിടെ കണക്ട് ആവുന്നില്ല. എന്തോ ടെക്നിക്കൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാമായിരുന്നു. എന്തായാലും നല്ല ഒരു പിറന്നാൾ ദിനം ഈ വർഷം മുഴുവൻ ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ ശ്രീലക്ഷ്മി. അടുത്തത് നൈനവാണ്. 1ാം പിറന്നാൾ ആഘോഷിക്കുന്ന നിനവ് എന്നാണ് പേര്. പേര് മാറ്റി അവൻ ഓഫീസിൽ വന്ന് തല്ലുവെന്നാ പറഞ്ഞു. നിനവ്. ഓക്കെ, 1ാം പിറന്നാളാണ് ആഘോഷിക്കുന്നത്. കരുനാഗപ്പള്ളി സ്വദേശിയാണ് നിനവ്. കൊച്ചു മിടുക്കൻ, നല്ല സുന്ദര കുട്ടപ്പനാണ്. നമ്മുടെ മിഥുൻ ഉണ്ടല്ലോ ഡെസ്കിലെ, നമ്മുടെ മിഥുൻ MGയുടെ സഹോദരിയുടെ മകൻ കൂടിയാണ് നിനവ്. അവന് നല്ല ക്യൂട്ട്, നല്ല കൊച്ചു മിടുക്കൻ സുന്ദര കുട്ടപ്പനാണ്. അവന് 1ാം പിറന്നാളാണ്. അവന് ഹാപ്പി ബർത്ത്ഡേ അല്ലേ? വെരി ഹാപ്പി ബർത്ത്ഡേ. നിനവനും ഹാപ്പി ബർത്ത്ഡേ. ഏതായാലും മോർണിംഗ് വൈബ്സ് അവസാനിപ്പിക്കാം. ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു, ഇനിയും വാർത്തകൾ ഉണ്ടാകും. തുടരുക. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് വാർത്താ ലോകത്ത്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല അവധി ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. നല്ലൊരു ദിവസം. പരിഗണിക്കില്ല.